Samuel tonight. Hallelujah. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഞാൻ ഇന്ന് രാത്രിയും വന്ദനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിനടുക്കിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നാം പങ്കെടുത്തു. അത് നമുക്ക് മുമ്പ് ഇന്ന് ലീഡ് ചെയ്യാൻ, നമ്മെ ആരാധനയിൽ നയിക്കാൻ ദൈവം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ തൻ്റെ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ എന്ന വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യൻ മരിച്ചാൽ പിന്നെന്താ സംഭവിക്കുക? ശരീരം അടക്കം ചെയ്യുന്നു, പക്ഷേ അതിനകത്തുള്ള ആൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം വളരെ വ്യക്തമായി പറഞ്ഞത്. ഒരു കൂട്ടർ പർദീസിലേക്ക് പോകുന്നു, അവിടെ സ്വസ്ഥതയുടെ സ്ഥലം, എല്ലാ അനുഗ്രഹത്തിൻ്റെയും സ്ഥലം. മറ്റൊരു കൂട്ടർ പാതാളത്തിലേക്ക് പോകുന്നു, അത് യാതനയുടെ സ്ഥലം. മരിച്ചു കഴിഞ്ഞ് ആർക്കും ഒരു വ്യത്യാസവും വരുത്താൻ പറ്റില്ല, സ്ഥാനമാറ്റം കൊടുക്കാൻ പറ്റില്ല. പറ്റും എന്നൊക്കെ മതങ്ങൾ, ക്രിസ്ത്യാനിത്വം ഉൾപ്പെടെ പഠിപ്പിക്കുന്നു എങ്കിലും ദൈവത്തിൻ്റെ വചനം തീർത്ത് പറയുന്നു, യേശു പറയുന്നു, ഒരു കാരണവശാലും അത് സാധ്യമല്ല. അവനവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് തീരുമാനിച്ചോണം. നമ്മൾ കഴിഞ്ഞ രാത്രി പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ അകത്ത് നിന്ന് ആൾ പോയിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം, പക്ഷേ അത് നിത്യമല്ല, അത് കുറേ കാലത്തേക്കുള്ളതാണ്. ഈ പറഞ്ഞ കാലം ശരീരമില്ലാത്തൊരു കാലമാണ്. ശരീരം മണ്ണിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു. ശരീരം ഇല്ലാത്ത അകത്തെ ആളിൻ്റെ കാര്യമാണ് ഈ കാലമെല്ലാം പറഞ്ഞത്. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ് ഇന്ന് രാത്രി എനിക്ക് വചനത്തിലൂടെ വിശദീകരിക്കാനുള്ളത്. വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പം നമ്മൾ പറഞ്ഞത് അവസാനമല്ല, ഇത് കഴിഞ്ഞ് സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വചനം പറയുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. തെസ്സലോനിക്കരുടെ 1-ാം ലേഖനം, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം, അതിന് 16ഉം 17ഉം വാക്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഫസ്റ്റ് തെസ്സലോനിയൻസ് chapter 4 verse 16 and verse 17. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. അതാണ് അടുത്ത ഭാഗം. അപ്പം അടുത്ത ഭാഗം തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവോടെയാണ്. അപ്പം ഈ പറഞ്ഞ കാലം ഇറ്റ്സ് ഓൺലി അൺടിൽ ദ റിട്ടേൺ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. At the return of the Lord Jesus Christ, things are going to change. അപ്പം അതുവരെ പർദീസയിൽ പാർത്തവർ, പാതാളത്തിൽ പാർത്തവർ, അവർക്ക് ഒരു ഫൈനൽ വിധി ഉണ്ടാവാൻ പോവാണ്. ഒരു ഫൈനൽ താമസ സ്ഥലത്തേക്ക് അവരെ മാറ്റാൻ പോവാണ്. അപ്പം ഇതൊരു ഇൻ്റർമീഡിയറി കാലമാണ് അതുവരെ പറഞ്ഞു. നമുക്ക് പലർക്കും ഈ വചനങ്ങൾ പരിചയമുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പറയുന്നു.
എല്ലാവരും ഒരുപോലെ പരിചയമുള്ളവരായിരിക്കണമെന്നില്ല. ഇത് ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരുമുണ്ട്. പിന്നെ അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒത്തിരി വിശദമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുമില്ല. അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ അറിയാം എന്നിരിക്കലും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, യേശു ക്രിസ്തു വരും. അവിടെ പറഞ്ഞത് കർത്താവ് താൻ, ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചോണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ കേൾക്കും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയ ക്രിസ്തു ഇറങ്ങി വരും. അടുത്ത പ്രയോഗം, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും. അത് ഞാൻ പിന്നെ പറയാം. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം ക്രിസ്തു വരുന്നു എന്ന് പറയുന്നത് എവിടേക്കാണ്? ഭൂമിയിലേക്ക് വരുന്ന ഒരു വരവല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. So he comes down and we go up. And in between, in a mid place, he meets with us and we will meet with him. അപ്പം അങ്ങനെ ഒരു എടുത്തുകൊള്ളപ്പെടിയിലുണ്ടാവും എന്ന് വേദപുസ്തകം തെളിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇത് വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ട്, കുറേ വേദശാസ്ത്രികൾ. പക്ഷേ ഈ വചനം വളരെ വ്യക്തമാണ്, വളരെ തെളിച്ച് പറയുകയാണ്. അപ്പം ക്രിസ്തു, ഒന്നുകൂടെ പറയുന്നു, കുറേ ദൂരം ഇങ്ങോട്ടിറങ്ങി വരും. ഇവിടുന്ന് യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയ ആളുകൾ ഇവിടെ നിന്ന് മേപ്പോട്ട് പോയി മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മളെ കൊണ്ടുപോകുന്ന വാഹനമാണ് മേഘം. എതിരേൽക്കുന്നത് ആകാശത്തിലാണ്. അപ്പം അങ്ങനെ യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പം രണ്ട് കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ അതൊരു കൂട്ടർക്ക് മാത്രം. ആ വാക്യം ഒന്നുകൂടെ നോക്കാം. കർത്താവ് തന്നെ ഗംഭീരനാദത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. അതതിൻ്റെ അക്കമ്പനിമെൻസാണ്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ അവർ മാത്രം, വേറെ ആരുമില്ല. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കെ അവർ മരിച്ചു. മരിച്ചപ്പോഴവർ ക്രിസ്തുവിലായിരുന്നു. മരിച്ചു കഴിഞ്ഞ് ക്രിസ്തുവിൽ കയറാൻ പറ്റില്ല എന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്. ഈ വാക്യം അങ്ങനെ തന്നെയാണ് പറയുന്നത്. Those who were dead in Christ, the time they died, they were in Christ. അപ്പോൾ ആരാണ് ക്രിസ്തുവിൽ ആയിരിക്കുന്ന ആളുകൾ? കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 5-17 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. He is a new creation. If a man be in Christ, he is a new creation. People who have been changed, who have been transformed, as I explained this morning. Well, it was a very deeper thing that we said. People who are changed into the very image of Christ, who have put on the real image of Christ in their life. They're transformed, they're changed. They are no more under Adam. മേലാൽ അവർ ആദാമിൻ്റെ കീഴിലല്ല, ആദാമിൻ്റെ പാപത്തിൻ്റെ കീഴിലല്ല, ആദാമിൻ്റെ ശാപത്തിൻ്റെ കീഴിലല്ല. അവിടെ നിന്ന് ദൈവ മക്കൾ എന്ന നിലയിൽ ആയിത്തീർന്ന് ദൈവത്തിൻ്റെ തനി രൂപത്തിലേക്ക് മാറ്റപ്പെട്ടവർ, who have been changed into the image of God. അവരാണ് ക്രിസ്തുവിലുള്ളവർ. ആ ക്രിസ്തുവിലുള്ളവർ ഇവിടെ പറയുന്നു മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ക്രിസ്തുവിൽ ജീവിച്ചിരിക്കെ മരിച്ച ഒരുപാട് ആളുകളുണ്ട്, കോടി കോടി ഭക്തന്മാരുണ്ട്. അവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അത് കഴിയുമ്പോൾ അതോട് ചേർന്ന് തന്നെ ഇതേ കൂട്ടർ കുറേ പേർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്, മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ട്. യേശു വരുന്ന സമയം, യേശു വരുമ്പോൾ എല്ലാവരെയും കൊന്നിട്ടല്ല വരുന്നത്. മരിച്ചവർ മരിച്ചു, ബാക്കിയുള്ളവർ ജീവിച്ചിരിക്കുന്നു.
അപ്പം ആ വരുന്ന സമയം ഈ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ രണ്ട് പ്രയോഗത്തെയും ഒന്നുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് വാസ്തവത്തിൽ ഈ പറയുന്നത്? മരിച്ചവർ ഉയർക്കും എന്ന് പറയുമ്പോൾ വേദപുസ്തകം അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായം വളരെ വ്യക്തമായി വിശദീകരിക്കും. മരിച്ചവർ ഉയർക്കുമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം മരിച്ച ആരും ഉയർത്തുമെന്ന് നമ്മൾ കാണുന്നില്ല. മരിച്ചവരൊക്കെ മരിച്ചു. നമ്മൾ എത്രയോ പേരുടെ മരണത്തിന് പോയി. നമ്മുടെ വീട്ടിൽ തന്നെ പല മരണം ഉണ്ടായില്ലേ? ഇന്ന് വരെ മരിച്ചു പോയ ആരെങ്കിലും എഴുന്നേറ്റ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും മരിച്ചങ്ങനെ പോയി. അപ്പം മരിച്ചു പോയവർ ഉയർക്കുമെന്ന് നമ്മൾ പറയുമ്പോൾ ആളുകൾക്ക് ചോദ്യമാണ്, ഹേ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? എങ്ങനെ മരിച്ചവൻ ഉയർക്കുന്ന? ഇപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവാം, ഹൗ ഈസ് ഇറ്റ്? അപ്പം എന്തുകൊണ്ടിത് പറയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇത് വിശ്വസിക്കാത്ത കുറേ ആളുകളുടെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും ലേഖനം എഴുതുന്നത്. അപ്പം അങ്ങനെ ഒരു അപ്പോളജറ്റിക് സ്റ്റൈൽ പൗലോസിൻ്റെ എഴുത്തുകൾ കാണാം. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയുന്നു മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുമ്പോൾ 1 Corinthians chapter 15 verses 16 to 23, 16 മുതൽ 23 വരെയുള്ള വാക്യം. ഓക്കെ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കൂ, ആ ന്യായം ഒന്ന് കേട്ടോളൂ. പൗലോസിന്റെ ആർഗ്യുമെന്റ് ഒന്ന് കേട്ടോളൂ. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് ആളുകൾ പറയുന്നെങ്കിൽ അതിനർത്ഥം ക്രിസ്തു ഉയർത്തിട്ടില്ല. മരിച്ചവർ ഉയർക്കുന്നില്ല, പിന്നെ ക്രിസ്തു എങ്ങനെ ഉയർക്കും? മരിച്ചവർ ഉയർക്കുന്നെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന വിശ്വാസത്തിനൊന്നും ഒരർത്ഥവുമില്ല. ബാക്കി മനുഷ്യരെ പോലെ ജീവിച്ചാൽ മതി. നമ്മൾ പറയുന്ന തരത്തിലുള്ള ജീവിതം ജീവിക്കാൻ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി. വരാനുള്ള കാലത്തിൻ്റെ വെളിച്ചത്തിലാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ തിന്നുക, കുടിക്കുക, ചാവുക, ദാറ്റ്സ് ഓൾ. ഭൂമിയിൽ തിന്നുന്നു, കുടിക്കുന്നു, ആനന്ദിക്കുന്നു, എൻജോയ്. ആ എൻജോയ്മെൻ്റ് ഇല്ലാതുള്ള ജീവിതത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കമ്മിങ് വേൾഡ്. അപ്പോൾ അവിടെ പറഞ്ഞത് ക്രിസ്തു മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. എന്നാൽ 20-ാം വാക്യം പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ നിന്ന് ഉയർത്തിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഫാക്ട്. ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട് ദാറ്റ് ക്രൈസ്റ്റ് Jesus rose from the dead, which nobody can deny. Historical fact. Well, പൗലോസ് ഇത് വിശ്വസിച്ചിരുന്ന ആളല്ല. പൗലോസിന്റെ ജീവിതകാലത്താണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പ്. പക്ഷേ he did not believe it. Well, they have their reason for saying that. അവരുടെ ഒരു റീസൺ ഞാനങ്ങ് പറഞ്ഞാൽ, യേശു യെരൂശലേമിൽ മരിച്ചു. യേശു മരിച്ചത് ആളുകളൊക്കെ കണ്ടു. യേശു ഉയർത്തെഴുന്നേറ്റ് ഒരു 40 ദിവസം ഭൂമിയിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ യെരൂശലേം പട്ടണത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ചെന്ന് നിന്നിട്ട്, ഹേയ് യെരൂശലേംകാരെ നോക്കിക്കോളൂ, ദൈവം ഞാൻ ഉയർത്തിരിക്കുന്നു എന്നൊരിക്കൽ പോലും പറഞ്ഞില്ല. കൊല്ലാൻ ഉത്തരവാദിയായ മഹാപുരോഹിതൻ്റെ വീട്ടിൽ യേശു ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. മഹാപുരോഹിത, നീ അന്യായം കാണിച്ച് എന്നെ കൊന്നു, ദേ ഞാൻ ഉയർത്തിരിക്കുന്നു എന്ന് പറയാൻ യേശു പോയില്ല. ന്യായവിപരീതമായി നീതിക്ക് നിരക്കാത്ത തരത്തിൽ ഈ മനുഷ്യൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് വിധി പറഞ്ഞിട്ട് കൊല്ലാനെ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, അന്യായക്കാരൻ, ന്യായാധിപ, ദേ ന്യായം ഉയർത്തിരിക്കുന്നു എന്ന് പറയാൻ പോയില്ല. None of them have seen him. ശരി, ട്രൂ.
അപ്പോൾ അവർ കഥ പറഞ്ഞുണ്ടാക്കി. യേശു ഉയർത്തു എന്നത് പടയാളികൾ ചെന്ന് പറഞ്ഞപ്പോൾ അവർ കഥ പറഞ്ഞുണ്ടാക്കി. കല്ലറ ഉറപ്പ് വരുത്തിയില്ലേ ഇവരാവശ്യപ്പെട്ടല്ലേ കല്ലറ ഉറപ്പ് വരുത്തിയത്? പട്ടാളക്കാരെ നിർത്തി ഇവരാവശ്യപ്പെട്ടിട്ടില്ലേ? ഇവൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് യേശു ഉയർത്തു എന്ന് എൻ്റെ ശിഷ്യന്മാർ പറയും. ഈ അവസാനത്തെ ചതിവ് ആദ്യത്തെ ചതിവിലും വലിയ ചതിവായിത്തീരും. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കണമെന്ന് ഇവരാവശ്യപ്പെട്ടാണ് പടയാളികൾ നിർത്തിയത്. പടയാളികൾ കാവൽ നിൽക്കുകയാണ്, കല്ലറ തുറന്നു പോയത്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൻ്റെ ലോജിക്ക് നോക്കണം. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ശിഷ്യന്മാർ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. പിന്നെ ഇവരെ എന്തിനാ അവിടെ ആക്കിയത്? ഇവരാവശ്യപ്പെട്ട് മോട്ടിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുപോയത്. എവിടെ അങ്ങനെ ഉറങ്ങിയപ്പം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയെങ്കിൽ എന്തുകൊണ്ടാ തൂണ്ടി പോയി എടുത്തില്ല? ഈ ശിഷ്യന്മാർ ആ നാട്ടിലുണ്ടല്ലോ. അവരപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അവരങ്ങ് ഒളിച്ചു പോയില്ലല്ലോ. ഒരറസ്റ്റ് നടന്നില്ല. ചില ദിവസം കഴിഞ്ഞ് പരസ്യമായി രംഗത്ത് വന്ന് വിളിച്ചു പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഡിനൈ ചെയ്യാൻ അവർക്ക് പറ്റിയില്ലല്ലോ. ഈ കാവൽ നിന്ന് പട്ടാളക്കാരനെ അന്നത്തെ കാലമല്ലേ, കൊല്ലേണ്ടതല്ലേ ഈ തരത്തിൽ അവൻ പെരുമാറിയതിന്? അവരുടെ മേൽ ഒരു നടപടിയെടുത്തില്ലല്ലോ. ഈ ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. എല്ലാത്തിൻ്റെ അർത്ഥം അവർക്കറിയാം, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഇറ്റ്സ് എ പ്രൂവൺ ഫാക്ട് ദാറ്റ് ജീസസ് ഈസ് റിസൺ. യേശു മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരുത്തനെ മരണത്തോട് മാറി നിൽക്കൂ എന്ന് പറയാൻ അധികാരമുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. തൻ്റെ മരണത്തോട് മാറി നിൽക്കാൻ പറയാൻ തനിക്ക് അധികാരമുണ്ടെങ്കിൽ ഏത് മരണത്തോടും മാറി നിൽക്കാൻ പറയാൻ തനിക്ക് അധികാരം ഉണ്ട്. എബ്രായ ലേഖനം 2-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 1-ാം വാക്യം, ഹീബ്രൂസ് 2:14 and the book of Revelation chapter 1:18. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാവുണ്ട്. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ, യേശുവിൻ്റെ കാര്യം പറയാൻ, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ പിശാചിനെ ഇല്ലാതാക്കിയെന്നല്ല, പിശാചിനെ അവൻ്റെ ഉദ്യോഗത്തിൽ നീക്കി. എന്തായിരുന്നു അവിടെ ഉദ്യോഗം? മരണത്തിൻ്റെ അധികാരി. പിശാച് കൊണ്ടുവന്നാണ് മരണം, ദൈവം കൊണ്ടുവന്നല്ല മരണം. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ അയാളുടെ ഉദ്യോഗത്തിൽ നീക്കി, അയാളുടെ സ്ഥാനത്ത് നിന്ന് നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചുവാൻ വെളിപ്പാട് 1:18 പറയുന്നത്, യേശു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. ഐ ഹാവ് ദ കീസ് ഓഫ് ഹെൽ ആൻഡ് ഡെത്ത് ഓഫ് ദ ഗ്രേവ്സ്. എല്ലാ കല്ലറയെയും തുറക്കാനുള്ള താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് യേശു പ്രഖ്യാപിച്ചു. അതുകൊണ്ട് യേശു എന്ന ഒരുത്തൻ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യമാണെങ്കിൽ സത്യമാണ്. സത്യം എല്ലാവർക്കും അറിയാവുന്ന സത്യം. അതിൻ്റെ അർത്ഥം ഏത് കല്ലറയെയും അവൻ തുറക്കും. ജോൺ chapter 5 verse 28 verse 29. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം 29-ാം വാക്യം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലെ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എല്ലാ കല്ലറയും തുറക്കുന്നു. He will open every grave, whether it be the grave of the saints or the sinners, of the righteous or the unrighteous. He will open every grave in the universe, on the earth. Every grave will be opened by the authoritative word of the Lord Jesus Christ, and will bring back people. പക്ഷേ ഈ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവരെ മാത്രം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ജീവനോടിരിക്കുന്നവർ അതുപോലെ തന്നെ രൂപാന്തരപ്പെട്ടു വരും. മരിച്ചവർ ഉയർക്കും എന്ന് പറയുമ്പോൾ how can we believe that? How is that going to happen? ഒരു സമയത്ത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഈ സുവിശേഷ പ്രവർത്തനമൊക്കെ തുടങ്ങിയ ആദ്യകാലങ്ങളിൽ, അപ്പോൾ ഞാനിങ്ങനെ ഈ അന്ത്യകാല കാര്യമൊക്കെ പണ്ടേ പഠിപ്പിക്കും, തുടക്കം മുതൽ. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ലേഡി
എന്നോട് ചോദിച്ചു, ഹേയ് അതെങ്ങനെ നോക്കുന്നത്? കാരണം ഈ കുറച്ച് പ്രസംഗികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിച്ച ശരീരം മണ്ണോടിലേക്കും, യേശുക്രിസ്തുവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ ഈ ശരീരത്തിൻ്റെ ഭാഗമെല്ലാം കൂടെ ഒന്നിച്ചു വന്നു ചേരും, എന്നിട്ടിത് പഴയ ശരീരത്തിൻ്റെ ഛായ ധരിക്കും, എന്നിട്ടത് ഉയർത്ത് വരും എന്നൊക്കെ പ്രസംഗികൾ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഷീ ആസ്ക്ഡ് മീ, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? മരിച്ചു, ഈ ശരീരം മണ്ണോട് ലയിച്ചു, മണ്ണിൻ്റെ ഭാഗമായി തീർന്നു. അവിടെ ഒരു ചെടി നട്ടു, ഇതിനകത്തുനിന്നുള്ള അംശം ആ ചെടി വലിച്ചെടുത്തു, അതിനകത്തുനിന്ന് ഫലമുണ്ടായി, അപ്പോൾ അതിനകത്തൂടെ കുറേ പോയി, അതും വേറെ ഉള്ളവർ തിന്നു. ഇങ്ങനെ അങ്ങ് ഓണ നീ ഇങ്ങനെ പോയി കഴിഞ്ഞു, പിന്നെ അങ്ങനെയെല്ലാം കൂടെ ഒന്നിച്ച് തിരിച്ചു വരുന്നത് എന്നാണ് അവരുടെ ചോദ്യം. വളരെ റീസണബിൾ ക്വസ്റ്റ്യൻ. But the answer is given in 1 Corinthians chapter 13. I'm sorry, 15. 1 Corinthians 15, verse 35 through 38 in verse 42. 1 Corinthians 15 അധ്യായത്തിന് 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളും അതിന് 42 വാക്യവും നോക്കും. എന്താ വായിക്കുന്നത്? പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. പൗലോസിന്റെ ആൻസർ വളരെ ഷാർപ്പാണ്. അപ്പൊ ആളുകളുടെ ചോദ്യത്തിന് അദ്ദേഹം ചോദിക്കാൻ, മൂഢ, think about this. Go ahead. വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. പിന്നെ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റ് വല്ലതിന്റെയോ വെറും മണിയത്ര വിതയ്ക്കുന്നത്. ദൈവമോ മറ്റു വല്ലതിന്റെയും വെറും മണിയെ ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം കൃഷിയുടെ ഉദാഹരണം എടുക്കുകയാണ്. എന്താണ് കൃഷിയുടെ ഉദാഹരണം? എല്ലാവരും അത്യാവശ്യത്തിന് കൃഷി ചെയ്യുന്നു, നമ്മളെല്ലാം അത്യാവശ്യത്തിന് കൃഷി ചെയ്യുന്നവരല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വന്നാൽ എന്തെങ്കിലും ഒന്ന് നട്ടില്ലെങ്കിൽ ഇതൊരു മലയാളിക്ക് ചേരുമോ? ഇല്ലല്ലോ. അപ്പോൾ അത്യാവശ്യം കൃഷി ചെയ്യുന്നവർ, 2 വെണ്ടയോ എന്തെങ്കിലും ചെയ്യുന്നവരാണ്. അപ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ വിതയ്ക്കുന്നു. ഒരു വെണ്ടയുടെ വിത്ത് ഒരു അരി കൊണ്ടുപോയി കുഴിച്ചിടുന്നു. എഴുന്നേറ്റ് വരുന്ന വെണ്ടയുടെ അരിയല്ലല്ലോ, ഒരു വെണ്ട ചെടിയല്ലേ എഴുന്നേറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടവന തെങ്ങില്ലേ, തേങ്ങ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. എഴുന്നേറ്റ് വരുന്ന തേങ്ങയല്ലല്ലോ, ഒരു തെങ്ങല്ലേ. അപ്പോൾ ഈ കുഴിച്ചിട്ട തേങ്ങ കുറേ കഴിയുമ്പോൾ നിങ്ങൾ പോയി മാന്തി നോക്കൂ, നിങ്ങളത് എടുത്തു നോക്കൂ, അത് ചത്തിരിക്കും. അതിനകത്ത് തേങ്ങയില്ല, തേങ്ങ ചത്തുപോയി. പക്ഷെ തേങ്ങ ചത്തിട്ട് അതിനകത്ത് നിന്നൊരു തെങ്ങുണ്ടായി. അപ്പം തേങ്ങ ചത്തു, തെങ്ങുണ്ടായി. എല്ലാ വിത്തും അങ്ങനെ തന്നെ, വെണ്ടയുടെ വിത്തും അങ്ങനെ തന്നെ, എല്ലാ വിത്തിനും. അപ്പം ഇടുന്ന വിത്ത് ചത്തുപോകും, വേറൊരു ഒരു ശരീരം അതിന് കിട്ടും. അപ്പം തേങ്ങയുടെ ശരീരം അല്ല കിട്ടുന്നത്, വേറൊരു ശരീരം. അതാണ് ഇവിടെ പറഞ്ഞത്. ദാറ്റ് ഈസ് വാട്ട് യു സീ ഇൻ ദ നേച്ചർ. 42 വാക്യം, മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. അപ്പം മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. അതിൻ്റെ അർത്ഥം നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന ഈ ശരീരം അല്ല എഴുന്നേറ്റ് വരുന്നത്. നമ്മൾ കുഴിച്ചിടുന്ന ശരീരം എഴുന്നേറ്റ് വരില്ല. അതിൻ്റെ ഭാഗമെല്ലാം കൂടെ ഒന്നിച്ചു വന്നുകൂടി പഴയ ശരീരത്തിൻ്റെ ഛായ ധരിച്ച് വരില്ല. അത് കാര്യം നേരെ ചെവി അറിയാതെ അങ്ങനെ പ്രസംഗിച്ചു പോയതാണ്. അതങ്ങ് വിട്ടേരെ, അവർ ക്ഷമിച്ചേരെ. പൗലോസിൻ്റെ ഈ വാക്യം അവർ ശ്രദ്ധിച്ചില്ല. അപ്പം ദൈവം ഓരോ വിത്തിനകത്ത് അതിൻ്റെ ശരീരം കൊടുക്കുന്നു എന്ന പോലെ, പ്രകൃതിയിലെ തത്വം പോലെ, ദിസ് ഇസ് എ ലോ ഓഫ് ദ നേച്ചർ. സോ ഓൾസോ ദൈവം ഉണ്ടാക്കിയതിൽ ഏറ്റവും മഹത്വമുള്ളത് മനുഷ്യ ശരീരമാണ്. വേറെ ഒന്നും ദൈവം തൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ല. Everything else was created by His word. He said, let it be, and it came into being. പക്ഷെ മനുഷ്യനെ ദൈവം let it be എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തതല്ല, അവിടുത്തെ കൈകൊണ്ട് മണ്ണെടുത്ത് അതിനൊരു മനുഷ്യരൂപമാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്ന് പറയുന്നത് കൊണ്ട് ഈ മനുഷ്യ ശരീരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എന്ത് ജന്തുവിനേക്കാളും ഈ മനുഷ്യ ശരീരത്തിന് ബഹുമാനമുണ്ട്.
ബഹുമാനം എല്ലാവരും കൊടുക്കുന്നു മനുഷ്യ ശരീരത്തിന്. മരിച്ച ശരീരത്തിനും കൊടുക്കുന്നു, ജീവിക്കുന്ന ശരീരത്തിനും കൊടുക്കുന്നു. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഇറ്റ് ക്യാരീസ് divine nature in it and it was created by God. But ഈ ശരീരം is precious and it is going to live again. അപ്പം അങ്ങനെ ഒരു ശരീരത്തോടെ എഴുന്നേറ്റ് വരും. പക്ഷേ ഡിഫറെൻറ്റ്. എന്ത് ഡിഫറൻസ് ആണ്? ഈ ശരീരം ഈ ഭൂമിയിൽ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ ശരീരം ഭൂമിക്ക് ചേരുന്ന നിയമങ്ങളോടും സംവിധാനങ്ങളോടും കൂടിയാണ് ഈ ശരീരം ഉണ്ടാക്കിയത്. മനുഷ്യൻ പാപം ചെയ്യാതിരുന്നെങ്കിൽ ഈ ശരീരം നിത്യമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയനെ. പക്ഷെ പാപം ചെയ്തു പോയപ്പോഴത്തേക്ക് ഇതിനകത്ത് മരണം കടന്നു. അപ്പം ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത് ഈ ഭൂമിയിലല്ല, ഈ ഭൂമിയിലെ താമസം നിർത്തുകയാണ്. Man will not live here on the earth eternally. We will have to live in another world. Everybody will have to live in another world. അപ്പം ആ ജീവിക്കാൻ പോകുന്ന ലോകത്തിന് ചേരുന്ന ഒരു ശരീരം വേണം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ ലോകത്തിന് ചേരുന്ന ഒരു ശരീരത്തോട് വരും. അതാണ് ഇവിടുത്തെ ലോജിക്. ഒന്നുകൂടെ പറയുന്നു, ഏത് ലോകത്തിൽ താമസിക്കാൻ വേണ്ടി മരിച്ചവരിൽ നിന്ന് വിളിച്ചു വരുത്തുമോ ആ ലോകത്തിന് ചേരുന്ന ഒരു ശരീരം തരും. അതിൻ്റെ വിശദീകരണമാണ് 42 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞോടിച്ചൊന്ന് വായിച്ചേക്കാം. വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. 42 മുതലുള്ള വാക്യങ്ങൾ. ഗോ ഹെഡ്. മരിച്ചവരുടെ പ്രധാനോവണം തന്നെ. പിന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദ്രവിക്കുന്ന ശരീരമാണ്. മണ്ണിൽ വെച്ചാലും ദ്രവിക്കും, അല്ലെങ്കിലും ദ്രവിക്കുന്നില്ലേ? ഇതിനകത്ത് ദ്രവത്വം ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഉയർക്കുന്ന ശരീരത്തിന് ഒരിക്കലും ദ്രവത്വം ഉണ്ടാവില്ല. There will not be corruption in this. It is an incorruptible body that will come. Never die again. ബാക്കി അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ശരീരം അപമാനിച്ചു കൊണ്ടുപോയി കുഴിച്ചിടുന്നു എന്നല്ല. ആരും മൃതശരീരത്തെ അപമാനിക്കാറില്ല. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ പറയും നാർന്നു കൊണ്ട് കുഴിച്ചിടണമെന്ന് പറയും, ഇല്ലേ? വലിയ ഒരാളിൻ്റെ അടക്കം നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. വലിയൊരാളുടെ അദ്ദേഹത്തിൻ്റെ ശരീരം വേറെ രാജ്യത്താണ് മരിച്ചത്. നാട്ടിലെത്താൻ കുറേ നാളെടുത്തു. ആ രാജ്യത്ത് വേണ്ടത്ര അതിൻ്റെ എംബാം ചെയ്യാനുള്ള സിസ്റ്റംസ് ഒന്നും അന്ന് വേണ്ടത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ബോഡി പെട്ടി തുറക്കാതിരിക്കുകയാണ് നല്ലത്. നിർബന്ധം ഉണ്ടെങ്കിൽ വീട്ടിൽ വരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴി ഒന്ന് തുറന്ന് ആരെങ്കിലും കാണിക്കണമെങ്കിൽ കാണിച്ചോണം, വീട്ടിൽ കൊണ്ടുവന്ന് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നെന്നാലും വീട്ടുകാർക്ക് നിർബന്ധം തുറക്കണമെന്ന്. തുറന്നു കഴിഞ്ഞാൽ പറഞ്ഞ് അടച്ചേക്കാൻ പറഞ്ഞു. എന്നിട്ട് ബോഡി അടക്കാൻ വേണ്ടി സംസ്കാരത്തിന് ശുശ്രൂഷയ്ക്ക് കൊണ്ടുവച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എന്നോട് പറയുകയാണ്, സാറേ പെട്ടെന്ന് നടക്കണം, നാറുന്നു. വേറെ ആരുമല്ല പറയുന്നത്, സ്വന്തം ജ്യേഷ്ഠൻ നാറുന്നു. ദാറ്റ്സ് ഇറ്റ്. ആരുടെ കാര്യം അങ്ങനെയാണ്. അപ്പം അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, പക്ഷെ ഉയർക്കുന്നത് തേജസ്സിൽ. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഓക്കേ. പ്രാകൃത ശരീരം നാച്ചുറൽ ബോഡി, അതാണ് പറഞ്ഞത്. പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ, പ്രാകൃതം എന്ന ദീർഘം വരുമ്പോഴത്തേക്ക് മലയാളത്തിൽ അർത്ഥം ഒരു സ്വല്പം വ്യത്യാസം വരുന്നു. ഇറ്റ് ഈസ് ദ നാച്ചുറൽ ബോഡി. പ്രകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. ഉയർക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു മെറ്റീരിയൽ ബോഡി അല്ല എഴുന്നേറ്റ് വരുന്നത്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ബോഡി. ഇതുപോലെ മാംസവും രക്തവും ഉള്ളൊരു ശരീരം അല്ല. വേറൊരു ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു ശരീരം ഉയർത്തു വരും. ശരിക്കും ഒരു ശരീരം വേണോ? ഒരു ശരീരം ഉണ്ടായിരിക്കുമോ? 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. മുമ്പ് വായിച്ച് നിർത്തിയ ഭാഗത്ത് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഭൗമിക ശരീരം ഉണ്ടെങ്കിൽ ആത്മിക ശരീരവും ഉണ്ട്.
നിങ്ങൾക്ക് ഇന്ന് ഈ ശരീരം ഉണ്ടെന്നുള്ള സത്യമാണെങ്കിൽ, ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ ശരീരം ഉണ്ടെന്നുള്ളത്, അതുപോലെ സത്യമാണ് ഒരാത്മീക ശരീരം. സോ സർട്ടൻ ദാറ്റ് there will be a body. There will be a body. ആത്മാവ് മാത്രമല്ല എഴുന്നേറ്റ് വരുന്നത്, ഒരു ശരീരത്തോടെ എഴുന്നേറ്റ് വരും. എന്തുകൊണ്ട് ശരീരത്തോടെ എഴുന്നേറ്റ് വരും? 1 Corinthians 15 വാക്യം, 1 Corinthians 15 and verse 15. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന്. അപ്പൊ ഈ ശരീരം മാറണം, പക്ഷെ നമ്മളൊരു യഥാർത്ഥ സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. This body cannot inherit the kingdom of God. ഈ ശരീരത്തിന് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. ഇതവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാൻ കൊള്ളത്തില്ല, അത് നമുക്കറിയാമല്ലോ. വേറെ ഒരു ഗോളത്തിനും ഇത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ കൊള്ളില്ല. ഇത് ഇവിടത്തേക്ക് ഭൂമിക്കേ കൊള്ളുള്ളൂ. നമുക്ക് താമസിക്കേണ്ടത് ഇവിടെ വേറൊരു ലോകത്തിലാണ്. അതുകൊണ്ട് ഇത് കളഞ്ഞു വെച്ച് വേണം പോവാൻ. അപ്പോൾ ഇതിനെ ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു ശരീരം തരുന്നു. ആ ശരീരം എങ്ങനെയിരിക്കും എന്ന് ഫിലിപ്പി ലേഖനം 3 അധ്യായത്തിൻ്റെ 21 വാക്യം കൂടെ ചേർത്ത് വായിക്കും. ഇവിടെ പറഞ്ഞു, നാം 1 മനുഷ്യൻ ആദാമിൻ്റെ പ്രതിമ ധരിച്ചതുപോലെ 2 ഒടുക്കത്തെ ആദാമിൻ്റെ പ്രതിമയും ധരിക്കും, സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഫിലിപ്പിയൻസ് 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. റൈറ്റ്, 1 വാക്യം നോക്കിയുള്ളൂ. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ, നേരത്തെ പറഞ്ഞ എല്ലാ സ്വഭാവങ്ങളും ഉള്ള ഈ ശരീരത്തെ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശു മരിച്ചു പറഞ്ഞ് ഉയർത്തുന്നതിന് ശേഷം ഉണ്ടായ ശരീരം. ഭൂമിയിൽ വെച്ച് അതിൻ്റെ മഹത്വം എല്ലാം കണ്ടില്ല. യേശു ഭൂമിയിൽ ഈവൻ സഞ്ചരിച്ച 40 ദിവസം ഈ മഹത്വമൊന്നും കണ്ടില്ല. ഇവർ സാധാരണക്കാരെ പോലെ കണ്ടുള്ളൂ. അതേസമയം സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ കണ്ടാലോ, വെളിപ്പാട് പുസ്തകം 1 അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യം വായിച്ചു നോക്കൂ. ഭയങ്കര ശോഭയും കണ്ടുപോയ കണ്ണഞ്ചും എന്ന് മാത്രമല്ല, യോഹന്നാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അത്ര ഗ്ലോറി. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലുള്ള മുഖം, ശരീരം കണ്ടാൽ മുഴുവൻ തീയാണ്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്, ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമാണ് അവിടുത്തെ കാല്. ഭയങ്കര മഹത്വത്തിൻ്റെ കർത്താവ് അതുപോലത്തെ മഹത്വത്തിലേക്ക് തിരിച്ചു പോകും. പ്രവചനങ്ങൾക്ക് വായിക്കുന്ന അനുസരിച്ചാണെങ്കിൽ അന്നത്തെ സൂര്യന് ഇന്നത്തെ സൂര്യൻ്റെ 7 മടങ്ങ് വെളിച്ചം കാണും. അങ്ങനെയാണ് യശയ്യാപ്രവചനത്തിലെ ഒരു വാക്യം. അതായത് സഹസ്രാബ്ദകാലം പറഞ്ഞൊരു കാലമുണ്ട്. ആ കാലത്ത് അന്നത്തെ സൂര്യന് ഇന്നത്തെ സൂര്യൻ്റെ 7 മടങ്ങ് വെളിച്ചം കാണും. പക്ഷേ സൂര്യന് നമ്മളെ കാണുമ്പോൾ നാണം തോന്നും. അങ്ങനെ എഴുതിയിരിക്കുന്നത്, സൂര്യൻ നമ്മളെ കാണുമ്പോൾ നാണം തോന്നും. കാരണം നമ്മളെ കാണണമെങ്കിൽ വെട്ടം വേണം. ഇന്ന് വലിയ വെളിച്ചം സൂര്യനാണ്, പക്ഷേ അന്ന് ദൈവത്തിൻ്റെ ആളുകൾക്കാണ് ഭയങ്കര വെളിച്ചം. അപ്പം സൂര്യന് പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള ഭയങ്കര തേജസ്. ഓ ഹല്ലേലൂയ, കം ഓൺ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അത്ഭുതം എന്ന് പറയാം. റൈറ്റ്. അപ്പം അങ്ങനെ ഒരു തേജസ്സുള്ള ഒരു ശരീരത്തോടുകൂടെ നമ്മൾ പോകും. എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇനി ആ വാക്യം ഒന്നുകൂടെ നോക്കാം. ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നവിടെ പറയും. എന്നാൽ അതും അന്ത്യമല്ല, ഫൈനലല്ലതും. അങ്ങനെ അവിടെ പോകും, കുറേ കാലം ഇടയ്ക്കുണ്ടാവും. ഫൈനലൊന്ന് പറയാം, ഇടയ്ക്കുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. അതിനകത്ത് വേറെ കുറേ കാര്യം കൂടെ പറയാനുണ്ടാവുന്നുണ്ട്. ഈ കണ്ടിന്യൂവേഷൻ പറയാൻ വേണ്ടി അങ്ങ് പറയാം. അപ്പം ഇങ്ങനെ ഉയർത്തു വരുന്ന ആളുകളുടെ അവസാന താമസ സ്ഥലം എവിടെയാണ്? അതാണ് കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ പറഞ്ഞത്. എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ വിഷമിച്ച് പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു.
And if I prepare that place, I will come back and take you to myself. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്തോളും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവിടെ എല്ലാം കാര്യം അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. യേശു ഇരിക്കുന്നിടത്ത് കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്ത് പറയും? സ്വർഗത്തിൽ പോകുമെന്ന് പറയും, അല്ലേ? അങ്ങനല്ലേ നമ്മുടെ എല്ലാവരുടെയും ഉത്തരം? സ്വർഗത്തിൽ പോകുമെന്ന് പറയും. ഇപ്പോൾ പോയിരമേനെ അതിൻ്റെ സ്ഥലമുണ്ട്, കൃത്യ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എവിടെയാണ്, എങ്ങനെയുള്ളതാണ് എന്ന് വേദപുസ്തകം നന്നായി വിശദീകരിക്കുന്നു. അത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലാണ്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ പരിശോധിച്ച് ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 9 onwards. ഒരു ദൂതൻ വന്ന് വിളിച്ചു പറയുകയാണ്, യോഹന്നാൻ അപ്പോസ്തലനോട് വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അപ്പോൾ നോക്കൂ, കുഞ്ഞാടിൻ്റെ കാന്തയായ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കുഞ്ഞാടിൻ്റെ കാന്തയെന്ന് പറഞ്ഞാൽ സഭ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ആളുകൾ, യേശുവിൻ്റെ കൂടെ പോയി താമസിക്കാൻ പറ്റി അങ്ങനെ അങ്ങ് തീരുമാനിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കൊരിന്ത്യലേഖനത്തിലെ വാക്കുകൾ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന് വേണ്ടി കല്യാണം ഉറച്ചിരിക്കുന്ന ആളുകൾ, ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മല കന്യക ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്ത് കാത്തിരിക്കുന്ന ആളുകൾ, കല്യാണം ഉറച്ച് പെണ്ണ് കല്യാണത്തിന് കാത്തിരിക്കുന്ന പോലെ. അപ്പം അങ്ങനെ കാത്തിരിക്കുന്ന ഈ ആളുകൾ അവരെ കാണിച്ചു തരാമെന്ന്, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ദെൻ നെക്സ്റ്റ് വേഴ്സ്, അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പോൾ കുഞ്ഞാടിനെ കാന്തയെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ടുപോയി കാണിച്ചത്, പക്ഷെ കാണിച്ചു കൊടുത്തത് എന്താണ്? യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ മണവാട്ടി താമസിക്കുന്ന വീട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പം പിന്നെ പെണ്ണിനെ തൊട്ട് കാണിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിൽ പെണ്ണുണ്ട്, മണവാട്ടി അവിടെ ഉണ്ട്, അതുകൊണ്ട് വീട് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തിൻ്റെ പേര് യെരൂശലേം എന്ന വിശുദ്ധ നഗരം. വാക്കിൻ്റെ രണ്ടുകൂടെ വായിക്കാമോ? വേഴ്സ് 2. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. റൈറ്റ്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം എന്ന് പറയാൻ കാരണം പണ്ടൊരു യെരൂശലേം ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായ യെരൂശലേം. അന്നത് ദൈവത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു, ദൈവത്തിൻ്റെ ആസ്ഥാനം. Because God's temple was there. God's literal presence was there in the city. Literal, real presence, visible, tangible presence was there. അപ്പം അങ്ങനെ ദൈവം താമസിച്ചിരുന്നൊരു പട്ടണമുണ്ട്. പക്ഷെ ആ പട്ടണത്തിൽ നിന്ന് ദൈവം അങ്ങ് പോയി. അപ്പം അതല്ല വരുന്നത്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അപ്പോൾ പുതിയ യെരൂശലേം, അവിടെയാണ് നമ്മുടെ താമസം. എൻ്റെ വാക്കല്ല, വിശദീകരണം. അപ്പോൾ ദൈവത്തിൻ്റെ ആളുകളെ കൊണ്ട് താമസിക്കുന്ന സ്ഥലം പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. സ്വർഗം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതാണ് അതിൻ്റെ കൃത്യം പേര്. നമുക്ക് പോയി താമസിക്കാനുള്ള വലിയ മണിമന്ദിരം എന്ന് പറയുന്നത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരമാണ്. അപ്പോൾ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരല്പ വിശദീകരണം നമുക്ക് വേണ്ടേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ വീട്? നിങ്ങളും ഏറെക്കുറെ ഇവിടെ വന്നാൽ ആദ്യമൊക്കെ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചാലും പിന്നെ ഉടനെ വീട് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമല്ലേ? റൈറ്റ്. അപ്പോൾ ആദ്യം ഉള്ള കാശിനനുസരിച്ച് വീട് വാങ്ങിക്കും, പിന്നെ സ്വല്പം കഴിഞ്ഞാൽ വേറെ നല്ല വീട് വാങ്ങിക്കും. ഞാൻ എത്രയോ കാലം കൊണ്ട് ഇവിടെ വരുന്നേ, 85 ഇവിടെ കയറിയ ആളാണ് ഞാൻ. അന്ന് ഞാൻ കണ്ടിട്ടുള്ള ഏറെക്കുറെ മലയാളി അന്ന് പൊതുവെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നൊരു കാലമാണ്, എന്നാലും അങ്ങോട്ട് വീട് വാങ്ങിച്ച് തുടങ്ങിയ കാലമാണ്. വീട് വാങ്ങിച്ച് തുടങ്ങിയ കാലത്തൊരു 3 bedroom ഹൗസേ ഇവിടെ ഏത് മലയാളിക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നോ 3 bedroom ഹൗസിൽ താമസിക്കുന്ന മലയാളി എത്ര ഉണ്ടെന്ന് നോക്കണം. വലിയ വലിയ വീടുണ്ടാക്കിയില്ലേ, പൈസയുണ്ട്. അപ്പോൾ പിന്നെ അങ്ങ് മുട്ടം വീട് വാങ്ങിക്കല്ലേ, 6000 square feet, അങ്ങനെ അങ്ങോട്ട് മേപ്പോട്ടങ്ങ് പോവല്ലേ. അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടമാണ്, നല്ല വീട് ഇഷ്ടമാണ്, വലിയ വീട് ഇഷ്ടമാണ്. അപ്പം നമുക്ക് താമസിക്കാൻ പോകുന്ന വീട് എന്താണെന്ന് അറിയണ്ടേ? നല്ല വീടാണോ എന്ന് നോക്കാം. നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കുറച്ചുകൂടെ മെച്ചമായൊരു സൗകര്യം നോക്കിയിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്.
അതുകൊണ്ട് നിങ്ങൾ പലരും ഇന്ത്യയിലുള്ളത് വിറ്റ് കളഞ്ഞല്ലോ. ചിലരൊക്കെ വിറ്റു. കാരണം ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് അങ്ങ് വിറ്റിട്ടേക്ക് പോരുന്നു. അവിടെ നിന്ന് വിട്ടു പോരാൻ വലിയ മനപ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ. ഇനി പോന്നല്ലോ. അമേരിക്ക പോയാൽ വീസ കിട്ടിയപ്പോൾ അപ്പനെ വിടാനും അമ്മയെ വിടാനും ഭയങ്കര മനപ്രയാസം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു നിന്നോ? പോകുന്നില്ലല്ലോ, നിന്നില്ലല്ലോ. ഇനി പോകുന്നില്ലേ? അപ്പനെയും കളഞ്ഞ് അമ്മയും കളഞ്ഞ് വെച്ചിക്ക് പോകുന്നില്ലേ? ഒരാൾക്ക് തന്നെ വരാൻ പറ്റിയുള്ളൂ, ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒരാൾ മാത്രം. എൻ്റെ ഭർത്താവും കൂടെ വന്നെങ്കിലേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു നിന്നോ? ഇല്ലല്ലോ. അതും കളഞ്ഞ് വെച്ചിക്ക് പോകുന്നില്ലേ പിന്നെ കൊണ്ടുവന്നെങ്കിലും? റൈറ്റ്. അപ്പോൾ യു ആർ റെഡി ടു ടേക്ക് എനി റിസ്ക്, റൈറ്റ്? എനി റിസ്ക് ടു കം ടു ദിസ് കൺട്രി ബൈ എ ബെറ്റർ ലിവിങ്. ബട്ട് ആസ് യു നോ, ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും ഇവിടെയും ഉണ്ട്. ഓക്കെ. പക്ഷെ നമ്മൾ താമസിക്കാൻ പറഞ്ഞ വീടൊന്ന് നോക്കി വെച്ച് ഇഷ്ടപ്പെട്ടാൽ വേണം വേണ്ട എന്ന് തീരുമാനിച്ചോളൂ. ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട, നോക്കാം വീടങ്ങനെ ഉണ്ടോ നോക്കാം. 9:10 എന്താ വായിച്ചത്? പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വന്മലയിൽ കൊണ്ടുപോയി. പിന്നെ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗ്ഗത്തിൽ നിന്ന്, ഗോ ഹെഡ് വായിക്കൂ. സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അപ്പം ദൈവം പണിഞ്ഞൊരു കെട്ടിടമാണ്, അവിടെ ഒരു വലിയ സംവിധാനമാണ്. അത് ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതൊരു വിശുദ്ധമായൊരു സ്ഥലം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി എർത്ത്. ഇറ്റ്സ് മെയ്ഡ് ഇൻ ഹെവൻ ആൻഡ് ഇറ്റ് ഈസ് ബ്രോട്ട് ഡൗൺ. ഇറ്റ് ഈസ് അനദർ പ്ലാനറ്റ്, not part of this earth, even not part of the new earth. This is something made in heaven and it is brought down. It is another planet. What kind of a planet? ദൈവസന്നിധിയിൽ നിന്ന് ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഭയങ്കര തേജസ്സോടാണ് ഇറങ്ങി വരുന്നത്. എല്ലാ ഗ്രഹങ്ങളെക്കാളും തേജസ്സായിരിക്കും. സൂര്യനേക്കാൾ ഇതിന് തേജസ്സായിരിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്ലോറിയസ് പ്ലാനറ്റ് that will come down from heaven. യേശു പറഞ്ഞതുപോലെ this is a very huge, humongous house, a very big house. എബ്രായ ലേഖനം 11 അധ്യായം 9 വാക്യം 10 വാക്യം. Hebrews 11 verse 9 verse 10. പഴയ നിയമ ഭക്തന്മാർക്ക് they were not given very much details about the coming world, the future. They were not given much revelation about that. അബ്രഹാമിൻ്റെ കാലത്ത് വേദപുസ്തകത്തിൽ ഒരു അക്ഷരം എഴുതപ്പെട്ടിട്ടില്ല. പിന്നല്ലേ വേദപുസ്തകം പോലെ എഴുതിയത്? പക്ഷെ അവിടെ എന്താ വായിക്കുന്നത്? വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അബ്രഹാം നോക്കി കാത്തിരുന്നത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും. God is the architect and God is the maker of that city. അങ്ങനെ ഒരു നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അങ്ങനെ ദീർഘമായ വെളിപ്പാട് കിട്ടിയിട്ടില്ലാത്ത, തിരുവെഴുത്തിന്റെ ഒന്നും എഴുതിയിട്ടില്ലാത്ത കാലത്തും ദൈവം പണിഞ്ഞ ഒരു കെട്ടിടമുണ്ടെന്ന് അബ്രഹാം അറിഞ്ഞ് അതിനു വേണ്ടി കാത്തിരുന്നു. അവന് വാഗ്ദത്തം കിട്ടിയത് അതല്ല. അവന് വാഗ്ദത്തം കിട്ടിയത് കനാൻ നാട്ടിലാണ് വാഗ്ദത്തം കിട്ടിയത്, ഭൂമിയാണ് വാഗ്ദത്തം കിട്ടിയത്. എന്നാലും അതിൻ്റെ നടുവിൽ അവന് വിശ്വാസത്താൽ കണ്ടു, ഇതല്ല എൻ്റെ നാട്, ഇതല്ല എൻ്റെ നാട്. And verse 16 16 വാക്യം. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ. റൈറ്റ്. അപ്പൊ അവര് പറഞ്ഞു, ഇതല്ല എൻ്റെ ഫൈനൽ, ഇതല്ല എൻ്റെ യഥാർത്ഥ വീട്, ഇത് തൽക്കാലത്തേക്കുള്ളൊരു വാഗ്ദത്തമാണ്. പക്ഷെ നോക്കിയിരിക്കുന്നത് സ്വർഗീയമായ ഒരു കെട്ടിടം വരുന്നു. ആമേൻ. അബ്രഹാമിന്റെ തന്നെ സ്വപ്നം, അബ്രഹാമിന്റെ തന്നെ വിശ്വാസം, സ്വർഗീയ കെട്ടിടം. ദൈവം ശില്പി. ഒന്നുകൂടെ പറയുന്നത്, God is the architect and God is the maker of it. Revelation chapter 21 verse 12 verse 14 വായിച്ചാൽ, അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും. വരാൻ പോകുന്ന നമുക്ക് താമസിക്കാനുള്ള വീടിന്റെ കാര്യം പറയാൻ. ആ വീടിന് പൊക്കമുള്ള വൻമതിലുണ്ട്.
അതിന് 12 ഗോപുരമുണ്ട്. ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഓക്കെ, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളെയും പേർ കൊത്തിയിട്ടുമുണ്ട്. നഗരത്തിന്റെ മതിലിന് അതിന് 12 ഗോപുരമുണ്ട്. ടവേഴ്സ്, മതിലിന് 12 ടവേഴ്സ് ഉണ്ട്. ആ ടവേഴ്സിൽ ഇസ്രായേൽ ഗോത്രം 12ൻ്റെയും പേര് കൊത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ താമസക്കാർ ഇവരും ഉണ്ടെന്ന്. അവിടെ നിങ്ങളുടെ വീട്ടിൽ മതിലേ കൊണ്ട് പേര് എഴുതി വെക്കത്തില്ലേ പലരും? വീട്ടിൽ വരോ? അതിൻ്റെ പേരൊക്കെ കേട്ടില്ലേ? അതിനർത്ഥം അവരവിടെ താമസിക്കുന്നുണ്ടല്ലേ? ഇവിടെ അവരെ അവിടെ ഉണ്ടെന്ന്. ടവേഴ്സ്. വാക്യം പോന്നാൽ നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. അതിന് ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷനിൽ എഴുതിയിരിക്കുന്നത് കുഞ്ഞാടിന്റെ അപ്പോസ്തലം. ദിസ് ഇസ് സ്ട്രേഞ്ച്. ലിസൺ ടു ദിസ്. സ്ട്രേഞ്ച്. കാരണം വിശ്വാസം, നമ്മൾ ആത്മീയ ജീവിതം നോക്കിയാൽ പഴയ നിയമക്കാരാണ് അടിസ്ഥാനമെന്ന് തോന്നും. അവരല്ലേ ആദ്യപിതാക്കന്മാർ? പക്ഷെ അവരെ അല്ല അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത്. അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്ന കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരാണ്. വിശ്വാസത്താൽ യേശുവിനെ പിൻപറ്റാൻ തീരുമാനിച്ച ജാതികളിൽപ്പെട്ട നമ്മളെ ഈ ഒരു ഹയർ പൊസിഷൻ നൽകി. കാന്ത എന്ന പേര് നമുക്കല്ലേ? പഴയ നിയമ ഇസ്രായേലിനല്ലല്ലോ കാന്ത എന്ന പേര്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ 2 കൂട്ടർ ഇവിടാണ് താമസിക്കുന്നത്. പുതിയ യെരൂശലേമിലാണ് പഴയ നിയമക്കാരും താമസിക്കുന്നത്, പുതിയ നിയമക്കാരും താമസിക്കുന്നത്. അപ്പോൾ 2 കൂട്ടരും കൂടെ താമസിക്കുന്ന ഒരു സ്ഥലം. വീടെന്താ വലിപ്പമുള്ളതാണെന്ന് നോക്കണ്ടേ? വലിയ വീടല്ലേ ഇഷ്ടം? ഓക്കെ, അപ്പോൾ വീടിൻ്റെ വലിപ്പം ഒന്ന് നോക്കിക്കോളൂ. കാൽക്കുലേഷൻ സ്വല്പം ബുദ്ധിമുട്ടാണ്. കാൽക്കുലേറ്റർ വെച്ച് നോക്കിയാലൊന്നും പണി നടക്കുകയില്ല. അങ്ങനത്തെ ഫിഗേഴ്സാണ് ഇവിടെ വരുന്നത്. ഇതെല്ലാം ലിറ്ററലാണ് കേട്ടോ. ലിറ്ററൽ അല്ലെങ്കിൽ ഈ വിശദീകരണങ്ങൾ പറയില്ല. ഇനിയും പറയാൻ പോകുന്ന വിശദീകരണങ്ങൾ കേട്ടോണം. ഇതൊന്നും സാദൃശ്യമല്ല. ദീസ് ആർ ഓൾ റിയൽ ലിറ്ററൽ എക്സ്പ്ലനേഷൻസ് ഓഫ് ദ പ്ലേസ് ഓഫ് ദ ഹൗസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലിവ് ഇൻ. വേഴ്സ് 16. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. ഇതൊരു നഗരമായിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് എ ബിഗ് സിറ്റി, എ ഹ്യൂജ് സിറ്റി. അളന്നപ്പോഴ് സമചതുരം, സ്ക്വയർ, സമചതുരം. അപ്പോൾ ഒരു വശത്തെ അതിൻ്റെ നീളം എത്രയാണ്? 1200 നാഴിക. 1200 നാഴിക. അതൊരു പഴയ ഭാഷയാണ്. വീതിയും അത് തന്നെയാണ്. അതല്ലേ സമചതുരം എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞു. വീതിയും നീളവും ഉയരവും സമം തന്നെ. അപ്പോൾ 1200 നാഴിക എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ജോലി ഇന്നത്തെ ഭാഷയിൽ ഇത് പറയുക എന്നുള്ളതാണ്. 1200 നാഴിക. നിങ്ങൾ ചിലരുടെ ഭാഷാന്തരങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ 12,000 ഫർലോങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭാഷയ്ക്ക് പറഞ്ഞാൽ 1500 മൈൽ. അപ്പോൾ ഒരു സൈഡ് 1500 മൈൽ. അങ്ങ് ന്യൂയോർക്ക് മുതൽ ഹ്യൂസ്റ്റൺ വരെയുള്ള അളവാണ് ഒരു സൈഡ്. 1500 മൈൽ. അത്രയും തന്നെ വീതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വിസ്തീർണം ഒന്ന് കൂട്ടാവോ? എങ്ങനെയാണ് വിസ്തീർണം കൂട്ടുന്നത്? നീളം ഗുണം വീതി. 1500 ഇൻറ്റു 1500 കിട്ടിയോ ആർക്കെങ്കിലും? കൂട്ടിയില്ലല്ലേ? 22,50,000 സ്ക്വയർ മൈൽ. $2.25 million സ്ക്വയർ മൈൽ. അത്രയാണ് വിസ്തീർണം. വീടിൻ്റെ വിസ്തീർണമാണ് ഈ പറയുന്നത്. താമസിക്കാൻ പോകുന്ന വീടിൻ്റെ വലിപ്പം അത്രയും സ്ക്വയർ മൈൽ. പക്ഷേ ഇതിന് അത്രയും ഉയരവും കൂടെ ഉണ്ട്. 1500 മൈൽ ഉയരവും കൂടിയുണ്ട്. ക്യാൻ യു ഇമാജിൻ സംതിങ് ലൈക്ക് ദാറ്റ്? ലോകത്തിലൊരു മനുഷ്യന് ഊഹിക്കാൻ പറ്റില്ല. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന് പറയുന്നത് ദുബായിലെ ബർജ് ഖലീഫ എന്ന കെട്ടിടമാണ്. 828 മീറ്റർ. 1 കിലോമീറ്റർ ഇല്ല. 828 മീറ്റർ, 163 ഫ്ലോർ. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കെട്ടിടം. പക്ഷെ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ വലിപ്പം 1500 മൈൽ
ഉയരം. പണ്ടും ബഹുനില കെട്ടിടങ്ങളുണ്ട്. ഇതെല്ലാം പൊള്ളയല്ല. പൊള്ളയാണെങ്കിൽ അങ്ങനെ പറയത്തില്ലല്ലോ. പണ്ടും ബഹുനില കെട്ടിടങ്ങളുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഷയ്ക്കല്ലേ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാഷയ്ക്ക് പറയുമ്പോൾ നമുക്കും കണക്ക് കൂട്ടാം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ നിങ്ങൾ ഇതിൻ്റെ ഉയരമെല്ലാം കൂടെ കൂട്ടി ഇത് എത്ര ഫ്ലോർ ഉണ്ടായിരിക്കും എന്നൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ, മൈലിൻ്റെ കാര്യം പറഞ്ഞാൽ സ്വല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് അല്പം വ്യത്യസ്തമായിട്ട് പറയാം. അപ്പോൾ ഇന്ത്യൻ ഭാഷകൾ, നമ്മുടെ മറ്റു രാജ്യങ്ങളിലെ ഭാഷ, ഇവിടെ ഇപ്പോൾ മെട്രിക് അളവല്ല. ഒരു 2400 കിലോമീറ്ററാണ് ഈ 1500 മൈൽ എന്ന് പറയുന്നത്. സാറിന് ഒരു കെട്ടിടത്തിന്, ഒരു റൂമിന് ഇതിനൊക്കെ എത്ര ഉയരം കാണും? സാറിന് ഇവിടെ ഒരു റൂമിന് എത്ര ഉയരം ഇടും? 10 അടിയല്ലേ ഉയരം ഇടുന്നത്? എല്ലായിടത്തും ഏറെക്കുറെ 10 അടിയാണ് ഇടുന്നത്. വെച്ചാൽ 3 മീറ്ററാണ്. ഇനി ബിബ്ലിക്കൽ കണക്ക് വെച്ചൊന്ന് നോക്കണം. ബിബ്ലിക്കൽ കണക്ക് വെച്ച് നോക്കിയാൽ നോഹ പെട്ടകം ഉണ്ടാക്കിയപ്പോൾ 3 തട്ടായിട്ടല്ലേ ഉണ്ടാക്കിയത്. ഒരു തട്ടിന് എത്രയായിരുന്നു ഉയരം എന്ന് ഓർമ്മയുണ്ടോ? ഇല്ല. മൊത്തം ഉയരം 30 മുഴം. 30 മുഴം. മുഴം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, 30 മുഴം. ഒരു മുഴം എന്ന് പറഞ്ഞാൽ 1.5 അടിയാണ്. പ്ലസ് ഇവിടെ ദൂതൻ്റെ കണക്കെന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. ദൂതൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് 4 വിരൽ അളവും കൂടെ വരുമെന്നാണ്. എസ്കേൽ പ്രവർത്തനത്തിൽ അങ്ങനത്തെ വാക്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 21 ഇഞ്ചാണ് ഒരു മുഴമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 10 മുഴം അതായിരുന്നു പെട്ടകത്തിനുണ്ടാക്കിയ ഉയരം ഒരു തട്ടിന്. സമാഗമന കൂടാരത്തിലെ പലകയുടെ ഉയരം അറിയാമോ? അത് ഇതുപോലെ തന്നെ 10 മുഴം. അപ്പം അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടിയാൽ ഏറെക്കുറെ വരുന്നത് ഒരു 4,49,944 ഫ്ലോർ വരും. 4,49,944 ഫ്ലോർ. $449,000 പ്ലസ് ഫ്ലോർസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കണക്കൊന്നെടുത്ത് നോക്കിയാൽ ഭൂമിയുടെ വിസ്തീർണത്തിൻ്റെ ഏതാണ്ട് 50 ഇരട്ടി വരും. ഭൂമിയുടെയും വിസ്തീർണത്തിൻ്റെ 50 ഇരട്ടി വരും പുതിയ യെരൂശലേമിന്. എൻ്റെ കണക്കെല്ലാം ശരിയായിരിക്കണമെന്നില്ല, ഇത് എൻ്റെ കാൽക്കുലേഷനേ ഉള്ളൂ. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി സോ. എങ്കിലും ആ വീടിൻ്റെ വലിപ്പം നോക്കൂ. എന്തൊരു മുട്ടം വീടാണ് ഉണ്ടാക്കുന്നത്. അത്രയും മുട്ടനൊരു വീടും അതിനകത്ത് നിങ്ങൾക്കൊരു കൊട്ടാരവും തരാമെന്ന് പറഞ്ഞാൽ പിന്നെ പോയിക്കൂടെ? അതിനെ പറ്റി ചേരുന്ന വല്ല ഇവിടെ ഉണ്ടോ? ഇതിനകത്ത് മുട്ടൻ പാലസ് തരാമെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരാൾക്ക് പിന്നെ പല മൈല് കണക്കിനുള്ള സ്ഥലം കിട്ടും. കണക്ക് കൂട്ടി നോക്കിയാൽ. എല്ലാ കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയും വീടിന് നിർമ്മിതിയും കൂടെ നോക്കാം. എങ്ങനെയുള്ള നിർമ്മിതിയാണ്? നല്ല വീടാണോ അതോ ഒരുമാതിരി ചീപ്പ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് കൂടി ഒന്ന് നോക്കാം. സകല വിശദീകരണം കൊടുത്തിരിക്കുന്നേ. വാക്യം 17. ഇതിൻ്റെ പുറത്തുള്ള വാളുണ്ടല്ലോ, ഒരു തിക്ക് ഒരു വാളുണ്ട്. ആ വാളിൻ്റെ ഭിത്തി, മതിലിൻ്റെ അളവ് തന്നെ 144 മുഴം വീതിയാണ് ആ മതിലിന് തന്നെ. ഓക്കെ, എന്നാ വേഴ്സ് 19 and 20 ആ മതിലിൻ്റെ അടിസ്ഥാനം നോക്കണം. മതിലിന്റെ അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന 19-20 വാക്യം വേഗം ഒന്ന് വായിച്ചേക്കാം. സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം. അപ്പൊ എല്ലാം വായിക്കണം. സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഡയമണ്ട് ആണെന്ന് മുഴുവനും ഫൗണ്ടേഷൻ. ഭൂമിയിലെ ഏത് കെട്ടിടത്തിനും കല്ലല്ലേ അടിസ്ഥാനം? ഇത് ഡയമണ്ട് ആണെന്ന്. ഡയമണ്ട് വലിയ പണക്കാരൻ്റെ വീട്ടിലല്ലേ സ്വല്പം ഡയമണ്ട് കാണുള്ളൂ. നമുക്ക് പണിയാൻ പോകുന്ന വീടിൻ്റെ ഫൗണ്ടേഷൻ മൊത്തം ഡയമണ്ടാണെന്ന്. പിന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് അതുപോലെ സത്യം. എന്നിട്ട് ആ ഡയമണ്ടിൻ്റെ എല്ലാം പേര് പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും അലഗോറിക്കലല്ല, ഒന്നും സാദൃശ്യ ഭാഷയല്ല. ദിസ് ഇസ് ഓൾ റിയൽ. റൈറ്റ്. ഇനിയും അതിൻ്റെ ഗോപുരങ്ങൾ നോക്കൂ. 12 ഗോപുരവും 12 മുത്ത്. അത് മുഴുവൻ മുത്താണെന്ന്. സമുദ്രത്തിലെ ഏറ്റവും കൂടിയ നിക്ഷേപങ്ങൾ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്.
മറ്റത് ഭൂമിയിലെ മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്സ്. പക്ഷെ ഇതിൻ്റെ ടവേഴ്സ് ഉണ്ടാക്കിയത് സമുദ്രത്തിലെ മോസ്റ്റ് എക്സ്പെൻസീവ് മെറ്റീരിയൽ കൊണ്ട്. ആമേൻ. ആമേൻ. Now, verse 18. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത ഈ തങ്കവുമായി. വീട് മൊത്തം, ഈ പട്ടണം മൊത്തം പ്യൂർ ഗോൾഡ്, മൊത്തം പ്യൂർ ഗോൾഡ്. അതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട്. പെന്തിക്കോസ്തുകാർക്ക് സ്വർണം ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, മലയാളി പെന്തിക്കോസ്തുകാർക്ക്. അതുകൊണ്ട് പോകണ്ട എന്നാരും വിചാരിക്കരുത്. അവിടെ എല്ലാം സ്വർണ്ണം ഉണ്ടോ, പോകണ്ടെന്ന് വിചാരിക്കരുത്. സ്വർണം വാസ്തവത്തിൽ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. അതറിയോ? അറിയത്തില്ലായിരിക്കും അല്ലേ? മനുഷ്യനെ ഉപയോഗിക്കാനുള്ള സ്വർണ്ണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? അല്ല, ദൈവത്തിന് ഉപയോഗിക്കാനുള്ള. എന്ന് ഞാൻ പറയുമ്പോൾ ഐ ഹാവ് റീസൺ വൈ ഐ സേ ദാറ്റ്. തിയോളജിക്കൽ റീസൺ, ബിബ്ലിക്കൽ റീസൺ. സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോഴേ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? എല്ലാ മെറ്റീരിയലും തടി കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞല്ലേ? അല്ലേ? മുഴുവൻ സ്വർണം പൊതിഞ്ഞാണ്. ഓരോ ഉപകരണവും തടി കൊണ്ടുണ്ടാക്കി സ്വർണം പൊതിഞ്ഞാണ്. നിലവിളക്ക് മൊത്തം സ്വർണ്ണമാണ്. That's how the temple of the Lord is. So gold belongs to God. തൻ്റെ ജനത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന വീട് ശുദ്ധ തങ്കം. ഭൂമിയിൽ ഏതെങ്കിലും ഒരുത്തൻ അങ്ങനത്തെ വീടുണ്ടോ? ഭൂമിയിൽ ഏറ്റവും വലിയ പണക്കാരന് അങ്ങനത്തെ വീടുണ്ടോ? ഇല്ലല്ലോ. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് 21 വാക്യം ഒന്നുകൂടെ വായിക്കാവോ? 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് എല്ലാ തെരുവും ഇസ് പ്യൂർ ഗോൾഡ്. പ്യൂർ ഗോൾഡ്. നിങ്ങൾ ഈ സമ്പത്തുള്ള അമേരിക്കയിൽ താമസിക്കുന്നത്, പക്ഷേ ഇവിടുത്തെ തെരുവെല്ലാം എന്തുവാണെന്നറിയാമല്ലോ. നിങ്ങൾ ഓടിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ ഓടിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഓടിയിട്ടുണ്ടാവും ഈ രാജ്യത്ത്. ഞാൻ 50 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്, വണ്ടി ഓടിച്ച് പോയിട്ടുണ്ട്. എല്ലാം ടാറിട്ടത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തത്. പക്ഷെ നിങ്ങൾ ഞാൻ താമസിക്കാനുള്ള നമുക്കൊരുക്കുന്ന വീടിൻ്റെ മുഴുത്തെരുവും തങ്കം കൊണ്ടുണ്ടാക്കിയ വീട്. ഇത്രയും കേട്ടിട്ട് വാട്ട് യു തിങ്ക്? ഭൂമിയിൽ ഏതെങ്കിലും ഒരുവൻ ഇതിനേക്കാൾ മെച്ചമായിട്ടൊന്നുണ്ടെന്ന് പറയാൻ അഖിലാണ്ടത്തിൽ മുഴുവൻ മനുഷ്യൻ്റെയും കൂടെ സ്വത്ത് ഒന്നിച്ചിടും. ഞാൻ പറഞ്ഞൂടെ പറയുന്നു, put together the wealth of the whole human beings together. Not only the men living now, all the men who lived throughout all the ages, put it together. ഇങ്ങനെ ഒരു വീട് പണിയാൻ അവർക്ക് പറ്റുമോ? ഇത്ര മനോഹര വീടുണ്ടാക്കുന്നു, എൻ്റെ പുറകെ വരൂ എന്ന് യേശു വിളിക്കുമ്പോൾ why wait? Why wait? Can you say why you wait? ഉള്ളത് മുഴുവൻ വാരിക്കളഞ്ഞിട്ട് ഓടിപ്പോകാൻ കൊള്ളാവുന്ന ഒന്നല്ലേ ഈ വീട്? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരാൻ പലതും ഉപേക്ഷിച്ച് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് മെച്ചമുണ്ടെങ്കിലും എല്ലാ കഷ്ടവും ഇവിടെ ഉണ്ട്. ഇവിടെയുമുണ്ട് പട്ടിണി, ഇവിടെയുമുണ്ട് തൊഴിലില്ലായ്മ, ഇവിടെയുമുണ്ട് സങ്കടം, ഇവിടെയുമുണ്ട് മരണം, ഇവിടെയുമുണ്ട് കുടുംബ പ്രശ്നം, ഇവിടെയുമുണ്ട് സകല തകർച്ചകളും. എന്നാൽ ആ നാട്ടിൽ ഈ ഒന്നാം തരം വീടുണ്ടാക്കിയിട്ട് വരാൻ വിളിക്കുമ്പോൾ ചുമ്മാ അല്ലെന്നേ വിളിക്കുന്നത്, കാര്യം വ്യക്തമായി പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അന്ത്യം എന്താണെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അത് കണ്ടാൽ, അതിൻ്റെ ചെറിയ കോണ് കണ്ടാൽ ഭൂമിയിലെ മുഴുവൻ വാരി കളഞ്ഞിട്ട് പോകും. സച്ച് ബ്യൂട്ടിഫുൾ ഈസ് ദ ഹോം that I'm going to live. You are going to live. Real. Amen. വീട് നല്ലതെന്ന് മാത്രമല്ല, ഞാൻ വീട്ടുകാരെ കൂടെ നോക്കി വെച്ച് വേഗം നമുക്ക് നോക്കാം. അവിടുത്തെ വീട്ടുകാരെ നമുക്ക് നോക്കാം. 21 അധ്യായത്തിന് 3 വാക്യം, ദൈവം തൻ്റെ ജനത്തോടു കൂടെ താമസിക്കും. സിംഹാസനത്തിൽ നിന്നൊരു എല്ലാം വായിക്കാൻ നേരമല്ലോ, ഞാനങ്ങ് പറയാം. 22 അധ്യായത്തിന് 3 വാക്യം, ദൈവത്തിൻ്റെ സിംഹാസനവും കുഞ്ഞാടിൻ്റെ സിംഹാസനവും അവിടെ ഉണ്ടായിരിക്കും. അവർ അവനെ നിത്യം നമസ്കരിക്കും.
22 അധ്യായത്തിൻ്റെ 4 വാക്യം, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരിലിരിക്കുകയാണ് ദൈവത്തിൻ്റെ വകയാണെന്നവർ. അവർ അവൻ്റെ മുഖം കാണും. മോശ ദൈവത്തോട് ഏറ്റവും അടുത്ത ആൾ ഫൈനലി പറഞ്ഞു, എനിക്ക് അങ്ങയുടെ മുഖം ഒന്ന് കാണണമെന്ന്. അപ്പോൾ പറഞ്ഞു, പറ്റില്ല, എൻ്റെ മുഖം കാണാൻ നിനക്ക് പറ്റില്ല. നിത്യം നിത്യം ദൈവത്തിൻ്റെ തിരുമുഖം കണ്ട് ജീവിക്കാൻ ദൈവം നമുക്ക് അവകാശം തന്ന് വിളിച്ചിരിക്കുകയാണ്. 22:5, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. നമ്മുടെ പൊസിഷൻ അവിടെയാണ്, ടൈറ്റിൽ അതാണ്. അവിടെ ആരെയും ഭരിക്കാനല്ല, പക്ഷെ നമ്മുടെ ടൈറ്റിൽ അവിടെ നാം രാജാക്കന്മാരായിരിക്കും. ഓ ഗ്ലോറി, ഹല്ലേലൂയ. അവിടെ രാജാക്കന്മാരെന്നാണ് നമ്മുടെ ടൈറ്റിൽ. 21:22, കുഞ്ഞാടും ദൈവവും അതിൻ്റെ മന്ദിരമായിരിക്കും. 21:23, 22:5, ദൈവം അതിൻ്റെ വെളിച്ചമാണ്. 22 ഒന്നാന്തരം വെള്ളമുണ്ട്, സൂപ്പർ വെള്ളമാണ്, ജീവജല നദി. 22:2, ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ റെഗുലർ ഫ്രൂട്ട്സ് കഴിക്കേണ്ട, ഇങ്ങനെ മാസം തോറും ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് കഴിക്കത്തക്കവണ്ണമുള്ള ഒന്നാം തരം സംവിധാനം അവിടെയുണ്ട്. 22:3, ഒരു ശാപവും അവിടെ ഇല്ല. ഇതുവരെ ലോകത്തിൽ വന്ന സകല ശാപവും തീർന്നു പോകും. 21:4-5, ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും കഷ്ടതയും നിലവിളിയും കണ്ണുനീരും അവിടെ ഉണ്ടാവില്ല. 22:5, അവിടെ ഇരുട്ടുണ്ടാവില്ല. പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. 7:16-17, ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല. 21:27, ഒരു വൃത്തികെട്ടവനോട് ഉണ്ടാവില്ല. എൻ്റെ നാടൻ ഭാഷയ്ക്ക് അങ്ങ് പറയാൻ, ഒരശുദ്ധനും അവിടെ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കാൻ കൊള്ളാത്ത ഒരുത്തന് ശല്യം ഉണ്ടാക്കുന്ന ഒരുത്തനോടുണ്ടാവില്ല. ഭൂമിയിൽ എന്തെന്നെല്ലാം ശല്യങ്ങളാണ്. 21:8, ഒരശുദ്ധനും അവിടെ ഉണ്ടാവില്ല. ഒന്നാം തരം വീട്, നല്ല വീട്ടുകാർ. ഈ വിളി കേട്ടാലങ്ങ് പോവുകയല്ലേ വേണ്ടിയത്? പൈസയൊന്നും മുടക്കണ്ടല്ലോ, ഫ്രീ അല്ലേ, പോകാനങ്ങ് തീരുമാനിക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ ചോദിക്കും, സീരിയസ് ആയി ചോദിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം എന്നെ എവിടുന്ന് കേൾക്കുന്നതോട് ഞാൻ ചോദിക്കുന്നു, അഖിലാട്ടത്തിൽ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ കോണിൻ്റെ വിലയുള്ളത് നിങ്ങൾക്ക് പറയാനുണ്ടോ? അഖിലാണ്ടത്തിൽ ഇതിനേക്കാൾ മെച്ചമായിട്ട് എന്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്? അതുകൊണ്ട് ഈ ദേശത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള നിയോഗം കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുക. Children, heaven that we are talking about, the place that God's people are going to live, is a true place. It's a real place. All the explanations are given here. A mansion, a big mansion for each one. Each one. Very spacious mansion. Made of gold. Streets of gold. And the foundations of diamond. And the towers made of pearls. Beautiful place. God living there. Wonderful place. God has made this place. He's making this place. And Jesus is going to come down to take his people finally to this place. Amen. Our faith is very well explained. Clearly explained. നമ്മളെന്തെങ്കിലും ധരിച്ചുകൊണ്ട് പോകുന്നതല്ല. Just not an understanding. Not taken for granted. These are clearly explained and outlined in the scripture. This is eternal. This is the home that we are going to go. Amen. മറ്റേ സ്ഥലം കൂടെ വേഗം ഞാൻ ഒന്ന് പറയണം. വേറൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര്, it is hell. Hell. A very important word that people should understand. Even the New Testament uses this term over 160 times. The term hell is used over 160 times in the New Testament, and most of it is referred by Jesus Christ. Hell. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ പാതാളം എന്ന സ്ഥലം പറഞ്ഞില്ലേ? It's a place of torture. It's a place of thirst. It's a place of fire. And it's a place of unbearable pain. നമ്മൾ പാതാളം പറഞ്ഞ ആത്മാവ് പോകുന്ന സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ?
ഇത്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം യേശുവും ദൈവത്തിൻ്റെ വചനവും തറപ്പിച്ച് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ വീട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, ഒരുങ്ങിയിട്ടില്ലെങ്കിൽ, അവർക്ക് പോകാൻ വേറെ ഒരു സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം ഈ സ്ഥലമാണ്. നരകം, പാതാളം എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം. ഇന്ന് മനുഷ്യൻ പോകുന്ന ഈ പറയുന്ന പാതാളം എന്ന് പറയുന്നത് എവിടെയാണെന്ന് നോക്കാം. ഇന്ന് മനുഷ്യൻ പാതാളത്തിലേക്ക് പോകുന്നല്ലേ പറഞ്ഞ്. വേർ ഈസ് ദ പ്ലേസ് ഓഫ് ദ ഹേഡീസ്, ദ ഹെൽ, ദ പ്രസന്റ് ഹെൽ? നമ്മൾ നേരത്തെ വായിച്ചില്ലേ, എഫേസ്യ ലേഖനം 4 ഇന്നലെ വായിച്ചില്ലേ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടത് സ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. എഫീഷ്യൻസ് 4:8-9 നമ്മൾ ഇന്നലെ വായിച്ചാണ്, അതുകൊണ്ട് ഇപ്പോൾ അത് വായിക്കുന്നില്ല. അപ്പം എന്താ സംഭവിച്ചത്? യേശു പാതാളത്തിലേക്ക് ഇറങ്ങി, ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി, അവിടുന്ന് ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതായത് അബ്രഹാമിൻ്റെ മടി എന്ന സ്ഥലത്തിന് പകരം പർദീസയിലേക്ക് അവരെ കൊണ്ടുപോയി. ഇനി പാതാളം ആക്ച്വലി എവിടെയാണ്? നമ്പേഴ്സ് ചാപ്റ്റർ 16, സംഖ്യാപുസ്തകം 16 അധ്യായം, അതിൻ്റെ 32 വാക്യം 33 വാക്യം. നമ്പേഴ്സ് 16 വേഴ്സ് 32 ആൻഡ് വേഴ്സ് 33. എവിടെയാണ് ഈ പാതാളം? വായിച്ചോളൂ. ഭൂമി വായു തുറന്നവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോടുകൂടെ ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. പാതാളത്തിലേക്ക് ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. They went into the Hades. ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ബാക്കി ഭൂമി അവരുടെ മേൽ അടയുകയും. അപ്പൊ എവിടെയായിരുന്നു പാതാളം? ഭൂമി വായ് പിളർന്ന് ഇവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി, ഭൂമി അവരുടെ മേൽ അടഞ്ഞു. So where is the place of Hades? ഭൂമിയുടെ അടിയിൽ. It's under the earth. Clear? It's under the earth. That's where the souls go. ഇനി ആ സോൾ പോയ സ്ഥലത്തെ അനുഭവമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. എന്താണ്? യാതന, തീയാണ്, അതിഭയങ്കര വേദനയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അഡീഷണലി ലൂക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 24 വാക്യത്തിൽ അവൻ പറഞ്ഞത്, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. അവൻ പറഞ്ഞ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. മത്തായി 13:42 അവരെ ജീവനോടെ തീപ്പൊയ്കയിൽ തള്ളികളയും. വെളിപ്പാട് 20:15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. ഇറ്റ്സ് എ ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയർ ആണ് വേദപുസ്തകത്തിൻ്റെ വിശദീകരണം. ഇനി അവിടെ തീയാണെന്നൊക്കെ പറയുമ്പോൾ പണ്ട് ആളുകൾ ചോദിക്കുമായിരുന്നു, എവിടാപ്പാ ഇതിനെല്ലാം കൂടെ തീ പോയിക, നരകം, തീ കത്തുന്നൊക്കെ പറഞ്ഞ് ഈ വിറകെല്ലാം കൂടെ എവിടുന്ന് വെട്ടിക്കൊണ്ട് വരും, ആര് വെട്ടിക്കൊണ്ട് വരും, ഇത്രയും കാലം കത്തിക്കാനുള്ള വിറകെല്ലാം എവിടെ എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. റൈറ്റ്. പക്ഷേ ഈ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിക്കുകയല്ലേ അല്ലേ? ഇത്രയും കാലം കത്തി ജ്വലിച്ചു, ആര് വിറക് വെട്ടിക്കൊണ്ട് കൊടുത്തു? അതിനുള്ള ഗ്യാസസ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കല്ലേ? ഇത്രയും കാലം കത്തിയിട്ടും സൂര്യൻ്റെ കത്തൽ തീർന്നോ? തീർന്നില്ലല്ലോ. ഇതെല്ലാം കത്താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുത്തനില്ലേ? ഇനി ഈ ഭൂമിയുടെ സ്ഥിതി എന്താണെന്ന് ശാസ്ത്രം പറയുന്നത് നമുക്ക് നോക്കാം. ശാസ്ത്രം എല്ലാം പഠിക്കുന്ന ക്രോസ് സെക്ഷൻ എടുത്തല്ലേ? അപ്പോൾ ക്രോസ് സെക്ഷൻ എടുത്ത് നമുക്ക് ഒന്ന് പഠിച്ചു നോക്കാം. എൻ്റെ വാക്കല്ല, നിങ്ങൾ നെറ്റിൽ പോയി നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ വിവരങ്ങൾ അവിടെ കിട്ടും. ക്രോസ് സെക്ഷൻ എടുക്കുക. ഭൂമിയുടെ ക്രോസ് സെക്ഷൻ എടുത്താൽ ഇതാണ് സ്ഥിതിയെന്ന്. ആദ്യത്തെ ഒരു പരമാവധി 100 കിലോമീറ്റർ മാത്രമേ നാടൻ ഭാഷയ്ക്ക് ഈ കല്ലും മണ്ണ് കാണുകയുള്ളൂ. ദാറ്റ്സ് കോൾഡ് ദ ക്രസ്റ്റ്. എ മാക്സിമം ഓഫ് maybe about 60 miles deep. A maximum of 60 miles deep. That's the crust. Underneath the crust, ഈ മണ്ണും കല്ലും കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് പോയാൽ ഒരു 2900 കിലോമീറ്റർ, little over 2000 miles
താഴോട്ട് പോയാൽ it is vicious molten rock that flows very slowly on a geological time scale. It moves about as fast as a fingernail grows. എന്ന് പറഞ്ഞാൽ പാറ ഉരുകിയ ഒരു മണ്ഡലമാണ് അവിടെ. ആ സ്ഥലം മൊത്തം പാറയാണ്, പക്ഷെ ഉരുകിയ പാറയാണ്. അപ്പോൾ പാറ ഉരുക്കുന്ന ചൂടാണത്. എനി റോക്ക് വിൽ ബി മെൽറ്റഡ്. മെൽറ്റഡ് റോക്ക്, സ്ലോലി മൂവിങ്. നമ്മുടെ ഈ നഖം വളരുന്ന സ്പീഡിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നതാണെന്ന് നമ്മുടെ ഈ ക്രസ്റ്റ് കഴിഞ്ഞ് മേ ബി ബിലോ അബൌട്ട് 60 miles മാക്സിമം. എല്ലായിടത്തും അത്രയില്ല. ഇത് ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തെ ഓൺലി 60 miles. അതിന് താഴെയോട്ട് 2900 കിലോമീറ്റർ ഓർ അബൌട്ട്, കൃത്യമല്ല, കിലോമീറ്റർ കൃത്യമാണ്, പക്ഷേ മൈൽ എനിക്ക് കൃത്യം പറയാറില്ല. ഇറ്റ്സ് അബൌട്ട് ലിറ്റിൽ ഓവർ 2000 miles. ഈ ഉരുകിയ ലോഹമാണ്. അണ്ടർ ദാറ്റ് 2300 കിലോമീറ്റർ, മേ ബി അബൌട്ട് 1800 miles ഓർ സോ, അത് it can okay, ഉരുകിയ ലോഹമാണ്. മെൽറ്റഡ് ലിക്വിഡ് മെറ്റൽ. മറ്റേ തിക്ക് പേസ്റ്റ് ടൈപ്പ്, ഇത് ലിക്വിഡ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് ലോഹവും ഉരുകി വെള്ളം പോലെ സഞ്ചരിക്കുകയാണ് അവിടെ ഈ ഭൂമിയുടെ അടിയിൽ. സയൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. വെള്ളം പോലെ ഉരുകിയ ലോഹം. തീ പൊയ്ക എന്ന് പറഞ്ഞപ്പോൾ പൊയ്കയല്ലേ അത്? ഭയങ്കര തീയുള്ള പൊയ്കയല്ലേ അത്? അത്ര ചൂടും ഉള്ള സ്ഥിതിയാണെന്ന് ഈ ഭൂമിയുടെ അടിയിൽ. അവിടാണ് പാതാളമെന്ന്. വചനം ചുമ്മാ പറഞ്ഞതാ? ആളുകളെ പേടിപ്പിക്കാൻ പറഞ്ഞതാ? മതത്തിൻ്റെ എന്തെങ്കിലും സംവിധാനങ്ങളോ പേടിപ്പീരുകളാണോ ഇത്? I want to tell you, this book is the book of the living God. The book of the Creator. He made it. He knows what it is. And He said, there is a lake of fire. And the modern science will agree to that. അവരതിനെ പാതാളമെന്ന് വിളിക്കത്തില്ല, അവരതിനെ നരകമെന്ന് വിളിക്കില്ല. But they say that underneath the earth, ഇത്രയും ആഴത്തിൽ, it is melted rock. And human soul go into that. അപ്പം തീപ്പൊയ്ക എന്ന് വേദപുസ്തകം പറഞ്ഞ സത്യമോ കളിപ്പീരോ? You Christians, you young people, do not be ashamed of the Bible. Never be ashamed of this book. ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തം വരുന്തോറും ഈ പുസ്തകം സത്യമാണെന്ന് തെളിയുന്നതല്ലാതെ ഇതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ ഒരു ശാസ്ത്രത്തിനും കഴിയില്ല. യു നോ വൈ? ശാസ്ത്രത്തിൻ്റെ ജോലി എന്താണ്? ദൈവം ഉണ്ടാക്കിയ അഖിലാണ്ടത്തെ പഠിക്കുന്ന ജോലിയല്ലേ ശാസ്ത്രം? അല്ല, ശാസ്ത്രം വേറൊന്നല്ലല്ലോ. ഇറ്റ് ഈസ് എൻ എഫർട്ട് ടു എക്സ്പ്ലോർ ദ ക്രിയേറ്റഡ് വേൾഡ്. ഈ ക്രിയേറ്റഡ് വേൾഡിനെ ഉണ്ടാക്കിയവൻ പറയുന്നതിനപ്പുറം എക്സ്പ്ലോർ ചെയ്യുന്നവനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇത് മുഴുവൻ സത്യമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതിനടിയിൽ പുഴുവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാതാളത്തിൽ പുഴുവുണ്ടെന്ന് യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിച്ച് ഞാൻ നിർത്താം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. Isaiah chapter 14 and verse 11. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. പാതാളത്തിലെ സ്ഥിതി പറയുകയാണ്, അവിടുത്തെ മെത്ത പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. പുഴുവാണെന്ന്. മെത്ത പുഴുവിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു കിടക്കാൻ വേണ്ടിയുള്ളത്. പുതയ്ക്കുന്നത് കൃമികൾ നിനക്ക് കൃമിയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ സ്ഥിതി. പുഴുവിൻ്റെ മേളിൽ കയറി കിടക്കണം, പുതയ്ക്കുന്നത് കൃമിയാണെന്ന് പറഞ്ഞാൽ കൊതു കടിച്ചോ ഉറങ്ങുമോ? പണ്ട് മൂട്ട ഉണ്ടായിരുന്നല്ലോ, മൂട്ട കടിച്ചോ ഉറങ്ങുമോ?
നമ്മുടെ നാട്ടിലൊരു പുഴുണ്ടല്ലോ, ഉറുത്താൻ പുഴു എന്നും പറഞ്ഞ് തൊട്ടുപോയ ചൊറിയുന്ന ഒരു തരം പുഴുണ്ടല്ലോ. ഇതൊക്കെയാണ് പാതാളത്തിൽ നിന്ന് പുഴുവാണെന്ന്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത്രയും ഭയങ്കര ചൂടത്തങ്ങനെ പുഴു ജീവിക്കുന്നതെന്ന്. തീക്കകത്ത് വീണ പുഴു ചത്തുപോകത്തില്ലേ നമ്മൾ പറയും. റൈറ്റ്, യു ഹാവ് എ റീസണബിൾ ക്വസ്റ്റ്യൻ. പക്ഷേ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ശാസ്ത്രം കണ്ടെത്തിയ ഒരു കാര്യം, പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യൻസിൽ ഏറ്റവും അടിത്തട്ടിൽ ചില സ്ഥലങ്ങളിൽ ചില വെൻറ്റ് കണ്ടെത്തി. ശാസ്ത്രജ്ഞന്മാർ വെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും അടിത്തട്ടിൽ വിള്ളലുകൾ കണ്ടെത്തി. അവിടെ ഈ ക്രസ്റ്റ് മാക്സിമം 1 മൈലേ ഉള്ളൂ, പരമാവധിയാണ് 60 മൈൽസ്. ഇത് സമുദ്രത്തിന് ഏറ്റവും അടിത്തട്ടിൽ 1 മൈൽ ക്രസ്റ്റ് ഫ്രം ദെയർ. അവിടെയാണ് ഈ വിള്ളൽ കണ്ടെത്തിയത്. ആ വിള്ളലുകൾ ഭയങ്കര ചൂടാണ്. അവിടെ വെള്ളം തിളച്ചു മറിഞ്ഞ് പൊങ്ങോടി വരികയാണ്. അവിടെ അവർ കുറേ പുഴുക്കളെ കണ്ടെത്തി. റിഫ്റ്റിയ എന്നാണ് പുഴുവിന് അവർ കൊടുത്ത പേര്. ഗോ ആൻഡ് സെർച്ച് ദ വെബ്. റിഫ്റ്റിയ അതൊരു പുഴുവാണ്. ഈ ഭാഗത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ പുഴുവിൻ്റെ നീളം അറിയാവോ? 3 മീറ്റർ, 10 അടി നീളം പുഴുവിന്. അപ്പോൾ ഒരുത്തന് കിടക്കാനുള്ള ഇഷ്ടം പോലെ നീളമില്ലേ? ഇല്ലേ? 10 അടി നീളമുള്ള മനുഷ്യരും വല്ലവരും ഉണ്ടോ? പുഴുക്കളെ വിളിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഹോ, ഈ കാലമല്ലാതെ തിരിഞ്ഞില്ലെങ്കിലും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയപ്പോൾ, I say it again, everything that is written in this book is true, is true, is true, is true. പുസ്തകവും ശാസ്ത്രീയ കണ്ടുപിടുത്തവും ഒന്നിച്ച് വെച്ച് പഠിക്കണം. I'm glad I'm a preacher of the gospel. When I started preaching this book, I teach the book of Revelation. I've taught it over 120 times. I started it like 1975. അന്ന് എനിക്ക് പലതും എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല. പുസ്തകത്തിലെ വാക്ക് പറയാം, പക്ഷേ ഇന്നത്തെ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ ഉദാഹരണങ്ങളില്ല. അതേസമയം ഇന്ന് വെളിപ്പാട് പുസ്തകം എടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ ഇത് മുഴുവൻ പഠിപ്പിക്കാൻ തക്കവണ്ണം ഇന്നത്തെ ശാസ്ത്രത്തിൽ വാക്കുകളുണ്ട്. ബിക്കോസ് ദിസ് വേർഡ് ഈസ് ഇറ്റേണൽ, ദിസ് വേർഡ് ഈസ് ട്രൂ. പാതാളം ഉണ്ടെന്ന് പറഞ്ഞ സത്യമാണ്. ഇന്നത്തെ പാതാളം ഇതാണ്. പക്ഷേ ആളുകളെ ജയിലിലിട്ടാലേ, കുറ്റവാളികളെ പിടിച്ച് ജയിലിലിട്ടാൽ ഫൈനൽ വിധി വരുന്നതിന് മുമ്പ് അവരെ ജയിലിലിടുകയല്ലേ. വിധി വന്നു കഴിഞ്ഞ് ഫൈനൽ പിന്നെ വേറെ ജയിലിൽ കൊണ്ടുപോകുന്നല്ലേ. ചിലപ്പോൾ അതേ ജയിലിലായിരിക്കാം, വെറുതെ വേറൊരു ജയിലിലായിരിക്കാം. പാതാളത്തിന് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ട്, നിത്യമായൊരു തീപ്പൊയ്ക ഉണ്ട്. And I want to tell you, ഇത് ഒരു മനുഷ്യനും താങ്ങാൻ പറ്റിയതല്ല. ഒരു മനുഷ്യനും താങ്ങാൻ പറ്റിയതല്ല. ആ ധനവാൻ കിടന്ന് നിലവിളിച്ചതുപോലെ അയ്യം വിളിയാണ് അവിടെ, കൂട്ട നിലവിളിയാണ് അവിടെ. അവിടുത്തെ നിലവിളിയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേ ഇവിടെ വരല്ലേ, പ്ലീസ് 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 ഈ സുവിശേഷം ഒന്ന് കേൾക്കണേ. ഇവർ പറയുന്ന ഈ സുവിശേഷം ഒന്ന് കേൾക്കണേ. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നൊന്നും പറ്റത്തില്ല കേട്ടോ. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട് ജീവകാലത്ത് മാത്രമേ രക്ഷ പ്രാപിപ്പാൻ വഴിയുള്ളൂ. എൻ്റെ അമ്മയെ കേൾക്കണേ, എൻ്റെ കുഞ്ഞനിയ കേട്ടോണേ എന്ന് അവിടെ പാതാളത്തിൽ കിടന്ന് നിലവിളിയാണ്. പിള്ളേരോട് നിലവിളിച്ച് പറയാണ്, ചേട്ടൻ പറയാണ്, വരല്ലേ ഇവിടെ, സുവിശേഷം കേട്ട് രക്ഷപ്പെട്ടോണം. Two places. These are real, these are eternal. I want to close now. Amen. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയോടും, അല്ല ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിന് പറയാനുള്ളത്, ആ നല്ല വീട് ഉണ്ടാക്കുന്നു, തരാൻ റെഡിയാണ്. നിങ്ങൾ ഒരു പൈസയും കൊടുത്തോ വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ ഈ ജീവിതത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. You will get there. You will get there. അവിടെ കൊണ്ടുപോകാൻ പറ്റിയ ആളുണ്ട്.
ദൈവം കൊണ്ടുപോകും. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അത് നൽകിയിട്ടുണ്ട്. ഇതിനാണ് ദൈവത്തിൻ്റെ സത്യസഭ. ഇവിടെ വെച്ച് ഒരുങ്ങി യേശുവിനെ പോലാവാൻ കാത്തിരിക്കാൻ. കാഹളം കേൾക്കും ഒരു ദിവസം. ആ ദിവസം മരിച്ചവർ അക്ഷയരായി ഉയർത്ത് തൻ്റെ ആളുകളെ കൊണ്ടുപോയി ഫൈനലി ഈ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തും. ഇത് കേട്ടിട്ട് മനസ്സില്ലാതെ ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ യു ആർ ചൂസിങ് ദി അതർ പ്ലേസ്. There's only two places. If you don't choose this place of this goodness, this heaven, this new Jerusalem, then you are rather choosing the other place. And there is no other place. Only these two. Which would you choose? ഇന്ന് രാത്രി ഇതിനോട് ഞാൻ ചോദിക്കുന്നു, ഉറപ്പാണോ? കാഹളം കേൾക്കുമ്പോൾ ഞാനും പോകും എന്ന് ഉറപ്പാണോ? അവിടെ സ്വല്പം പേര് ഞാൻ പിന്നെ പറയാം, നാളെ പറയാം ആരാ പോകുന്നതെന്ന്, അവിടെ എന്താ പോയാൽ എന്ത് കിട്ടുമെന്നുള്ളത്. പക്ഷെ ഇന്ന് രാത്രി ഇതൊന്നും ആലോചിക്കാതെ ഇറങ്ങിപ്പോകരുത്. Where will you spend your eternity? മരിച്ചാൽ പിന്നെ എവിടെ? ഒരു സംശയം വേണ്ട, ഇതെല്ലാം ക്ലിയറായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന് തലവണക്കോ. Before we leave this room, before I close, everyone here, പ്രായമുള്ളവരാകട്ടെ ചെറുപ്പക്കാരാവട്ടെ, യങ് or adults, seniors, boys and girls, everything I said is from the word. It is the literal interpretation of the scripture that I made. Not my words. I did not add anything to it. Exactly what the scripture says. Where will you spend your eternity? Leave sin. Throw it away. Sin will take you to hell. Be sanctified by the blood of the Lamb. Surrender your life completely to Jesus Christ. Be baptized. If you are not baptized yet, you must be baptized. If you did not decide to leave sin and come out of it, do it tonight before it is late. Leave it aside. Come out of it. And the power of sin will be destroyed by the power of God that is in you. You will get the power to overcome it. His power is real. Any young person struggling with these sins, or anybody, the struggle is not only for the young, it's for all. We are struggling with sin. Come to the power of the Lord. Hallelujah. നിങ്ങളുടെ വീട്ടിൽ ഇതിന് ഈ ദൈവരാജ്യത്തിന് ഒരുങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടുകാരോട് തുറന്നു പറയണേ ഈ സത്യം. മറച്ച് വെക്കല്ലേ, തുറന്നു പറ. അമ്മേ സ്വർഗത്തിൽ പോണോ, ഇതേ ഉള്ള വഴിയെന്ന് തുറന്നു പറയാം. സ്വന്തക്കാരോടും തുറന്നു പറ. അവരുടെ ഇഷ്ടവും അനിഷ്ടവും ഒന്നും നോക്കണ്ട. ഒരു ദിവസം അവരത് അനുഭവിക്കേണ്ടി വരും. അന്ന് കടന്ന് വിളിച്ചു ചോദിക്കും, നീ എന്താ എന്നോട് പറയാഞ്ഞതെന്ന്. ലെറ്റ്സ് ബി ഓപ്പൺ. Let us declare the word of the Lord to our people. To our people. നിങ്ങളുടെ കുടുംബാംഗം, നിങ്ങളുടെ ജീവിത പങ്കാളി ഇതിന് ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിൽ, ഇതിന് വിപരീതമായി ജീവിക്കുന്നെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇതൊന്ന് പറ. Let them come out of it. രണ്ടു പേർക്കും കൂടെ ഒന്നിച്ച് നിത്യജീവൻ പോകത്തൊക്കെ വേണം. മക്കളും ഒരുമിച്ച് നിത്യജീവൻ പോകത്തൊക്കെ വേണം. കാഹളം കേൾക്കുമ്പോൾ കുടുംബമൊന്നാകെ എടുക്കപ്പെടാൻ, പറന്നുയരാൻ ദൈവം സംഗതി ഒരുക്കേണ്ടതിന്. Come on, give your life. Take a moment. I close. You take a moment and say your decision to the Lord. Would you take a minute? As I said, I'm stopping. But before I get out of this stage, would you take a minute and make your decision? ജീസസ്, ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ടു. ആ ഡിസിഷൻ എടുക്കുവാനായിട്ട് താല്പര്യമുള്ള എത്ര പേരുണ്ട്?
Even tonight we heard the word of God. Is there anyone who would want to take that decision in your life tonight? ദൈവത്തിന്റെ ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 20:15, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏത് മനുഷ്യനും തീപ്പൊയ്കയിൽ പോകും. The man of God proclaimed here tonight the word of God in Revelation chapter 20 verse 15. We read that whosoever name is not written in the book of life will be thrown into the lake of fire. ഇന്ന് രാത്രി തേജസ്സിന്റെ സുവിശേഷം ഈ പുൽപിറ്റിൽ വിളിച്ചു പറയുകയായിരുന്നു. The gospel of glory was proclaimed here in this pulpit even tonight. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ, ഇന്ന് രാത്രി കാഹളം ധരിച്ചാൽ, where you spend your eternity, നിങ്ങളുടെ നിത്യത എവിടെ ചെലവിടുമെന്ന് തീരുമാനിച്ചോണം. You have to take a major decision in life tonight. If tonight your name is called, where will you spend your eternity? ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുവാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? Do you want to give your heart to Jesus tonight? ഇന്ന് രാത്രി ഞാൻ യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്ത വ്യക്തിയാണ്, അങ്ങയുടെ കൽപ്പനയാകുന്ന സ്നാനപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ തീരുമാനിക്കുന്നു എന്ന് ആഗ്രഹമുണ്ടോ? Maybe you are a person who gave your heart to Jesus already, but you haven't gotten a chance to take water baptism and obey the commandment of God. തീരുമാനമെടുക്കുവാൻ കഴിയുന്നവർ ശങ്ക കൂടാതെ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. Hallelujah. If you are taking a decision tonight to follow Jesus, without any doubt, lift your hands up to heaven. സ്വർഗം ഇന്ന് രാത്രി നിങ്ങളെ കാണുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. Heaven is rejoicing tonight over you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. May God's Holy Spirit help you. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Can we all stand up tonight? ഈ കാണുന്ന കാലമെല്ലാം കഴിയും. This earth will be moved. ഒരു പുതിയ യുഗം വിരിയും, നാം അതിലെ നിത്യമായി ചെന്നെത്തും. Amen, amen, amen. ഹല്ലേലൂയ. Hallelujah. അതാ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ആ ദൈവിക ഭവനം ഒരുക്കി അവിടെ നിന്ന് കർത്താവ് മേഘങ്ങളെ തേരാക്കി ഇറങ്ങി വരും, നാം അവനൊപ്പം പറന്നുയരും. ഈ പ്രത്യാശ ഗാനം പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ, നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ എടുത്തത് കർത്താവിനോട് പറയുകയും ചെയ്യുമ്പോൾ തന്നെ ആത്മാവിൽ പ്രത്യാശയോടെ പാടി സ്തുതിക്കാം. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം ഒഴിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറിയും. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ കരങ്ങളടിച്ച് പാടി. ഇനി മണ്ണിലും ദൈവഹിതോ വിണ്ണിലുള്ളതുപോലെ, ഇനി മണ്ണിലും ദൈവഹിതോ പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ, പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ, പ്രതിഫലം തന്നിടുവാൻ, യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ, അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. കാലമെല്ലാം കഴിയൂ, ഇന്നും കാണുന്നതെല്ലാം അഴിയൂ,
ഓ കാലമെല്ലാം കഴിയൂ, ഇന്ന് കാണുന്നതെല്ലാം അഴിയൂ. പിന്നെ പുതുയുഗം പിരിയും, തിരികെ പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ പറയൂ. പ്രതിഫലം തന്നിടുവാ, യേശുരാജൻ വന്നിടുവാ. അതിനാമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. അതിനാമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. ഓഹോ ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൾ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവൾ. വരും മേഘമതിൽ നമ്മെ നമ്മെ ചേർത്തിടുവാൻ വരുവാനതിൽ. വരും മേഘമതിൽ, വരും മേഘമതിൽ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ വരുവാനതിൽ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ വരുവാനതിൽ വരും മേഘമതിൽ നമ്മെ പ്രതിഫലം തന്നിടുവാ, യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. 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 നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാ. നമ്മുടെ കണ്ണുകടച്ച് പ്രാർത്ഥനയ്ക്കായി നമ്മെ സമർപ്പിക്കാം. ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യന് ഉത്തരം നമ്മൾ കണ്ടെത്തുകയായിരുന്നു. Last night and tonight we were trying to find out an answer to a very major question from the word. തിയോളജിക്കലായും ശാസ്ത്രപരമായും അടുക്കിട്ട് അതിൻ്റെ പ്രൂഫുകൾ നിരത്തി പരിശുദ്ധാത്മ നിയോഗത്തിൽ കർത്തൃകൃത്യം നമ്മളെ പഠിപ്പിക്കാനായി ഇടയായി തീർന്നു. The man of God was helping us understand the scripture theologically and with scientific evidences, the answer to that question. മനുഷ്യൻ മരിച്ചാൽ എവിടെ? അതിങ്ങനെ പറയാം, ഞാൻ നിങ്ങൾ മരിച്ചാൽ എവിടെ? ആ ഉത്തരം നമ്മൾ കണ്ടെത്താനിടയായി. The answer to the question, where is man after his death, we were able to find what the Bible talks about it. ബൈബിളിലെ ക്രോണോളജിക്കലായി ആദ്യ പുസ്തകങ്ങളിൽ ആദ്യ വ്യക്തികളിൽ ഒരാൾ അയ്യോബ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉത്തരം
ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന നമുക്ക് വ്യക്തമായി വേദപുസ്തകം എഴുതി പഠിപ്പിച്ചു തരികയാണ്. The word gives us clear answer to the question that Job once asked. The Bible gives us a clear answer to that. 2 ഡെസ്റ്റിനിയെ മനുഷ്യനുള്ളൂ. There are only 2 destinies for man, നാം അത് തെരഞ്ഞെടുക്കുക. and we have to choose which one. ഈ കാണുന്നതെല്ലാം വിട്ട് നമ്മൾ പോകേണ്ടി വരും. We have to leave everything in this world one ഈ day. കാണുന്നതൊന്നും ശാശ്വതമല്ല. Nothing is permanent in this earth. ശാശ്വതമായ നിത്യമായ ഒന്ന് നമുക്കുണ്ട്. കർത്താവ് പണിയുന്ന ഭവനമാണ്. There is only one thing eternal, that is the house that is built by our God. ഇവിടുത്തെ മതങ്ങളും ഇസങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നമ്മെ ഇവിടെ പിടിച്ചു നിർത്താൻ പലതും നോക്കുമ്പോൾ, When the religions and the philosophies and the isms in this world try to hold on to man, പക്ഷേ വിശുദ്ധ വേദപുസ്തകം നമ്മെ അവിടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. but the Bible wants to lead us to our eternal life. സ്നേഹിതാ, ഇവിടം കൊണ്ട് നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുത്. Friend, don't destroy your life only in this world. വളരെ ഹ്രസ്വമായ ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടി മാത്രം നാം ജീവിക്കരുത്. We are not living in this world just for this short life. നമ്മുടെ ജീവിതം 70 ഏറിയ 80 അതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്ന കാര്യം മറന്നു പോകരുത്. Man lives in this earth for only for 70 or 80 years, but there's an eternal life waiting for him after that. ഞങ്ങൾ ഈ സുവിശേഷ മഹായോഗം ഇവിടെ ക്രമീകരിച്ചത് ഈ സത്വർത്തമാനം നിങ്ങളോട് ദേശത്തോട് പറയാൻ. The gospel meeting was arranged here so that the city will be able to hear the gospel yet again. വളരെ തിരക്കുള്ള ദൈവഭൃത്യനെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഈ സന്ദേശം വിളിച്ചു പറയാനുണ്ടായ ചേതോവികാരം നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട്. The desire that we have in your heart, in our hearts, to share this gospel through the man of God is because we love you. ഈ ആൽബനിയിലെ ഈ ഫെലോഷിപ്പിന് നിങ്ങളോട് വിരോധമില്ല, സ്നേഹമേ ഉള്ളൂ. And the Albany Sharon Church loves you. The city, we love you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് വിളിച്ചു വരുത്തി ഇത് കേൾപ്പിക്കുന്നു. നിങ്ങൾ ഡെസ്റ്റിനി തീരുമാനിക്കുന്നു. And we invited you to come to this gospel meeting to have an opportunity, that you will have an opportunity to decide where ഈ your destiny ലോകത്തിന് is. ഇനി ഒത്തിരി നാളുകൾ ഇങ്ങനെ പോകാൻ കഴിയില്ല. The world will not last forever. എന്നും നമ്മുടെ കയ്യിലുള്ളതെല്ലാം ശാശ്വതമായി നമ്മുടെ കരത്തിലില്ല. Nothing would stay permanent in our hand. നമ്മുടെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് ചില ദിവസങ്ങളായി മാറ്റപ്പെട്ടു പോയി Many കഴിഞ്ഞു. of our dear and near ones went away from this world. കഴിഞ്ഞ വർഷം പ്രാരംഭത്തിൽ കണ്ടവർ ഇന്നില്ല, ചെറുപ്പക്കാരിന്നില്ല, കുഞ്ഞുങ്ങളിന്നില്ല. A lot of youngsters, lot of children, lot of older people, they've left us. നമ്മുടെ റോൾ ഇന്നാണോ നാളെയാണോ വിളിക്കുന്നത് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. If our role is called tonight, ഇന്ന് രാത്രി ഒരു നല്ല ദിവസമാ. ഇന്ന് രാത്രിയെ തീരുമാനമെടുക്കാൻ നല്ല രാത്രി. tonight is the best day that you can take a decision. പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നിങ്ങളെ വിളിക്കുന്നു. Holy Spirit is calling you to make ഇന്ന് a രാത്രി decision tonight. തീരുമാനമെടുക്കാം. Take a decision tonight. യേശുവിനായി ഹൃദയങ്ങളെ കൊടുക്കൂ. Give your hearts to Jesus. യേശുവിനായി ജീവിപ്പാൻ തയ്യാറാകൂ. Take a decision to live for Jesus. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. Would you close your eyes for prayer? നിങ്ങളിരിക്കുന്ന നിൽക്കുന്നത് കൊണ്ട് വീട്ടിലായിരിക്കാം, വാഹനത്തിലായിരിക്കാം. നിങ്ങൾ വളരെ ഏർലി മോർണിംഗ് ഇന്ത്യയിൽ നിന്ന് കയറി എഴുന്നേറ്റിരുന്ന് കേൾക്കുന്ന സന്ദേശമായിരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് ഈ സന്ദേശം തലകളെ വണങ്ങാൻ കഴിയണം. Wherever you are tonight, would you bow your heads to this word tonight? ബഹുമാനിയ സുവിശേഷകൻ സി ചാൻ മുന്നോട്ട് കടന്നു വന്ന് അവസാനമായി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വചനത്തിനും ഭാഗ തീരുമാനമെടുത്ത് കർത്താവെ ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനും ഭാഗം ഞങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സി ചാൻ മുന്നോട്ട് വന്ന് പ്രാർത്ഥനയിൽ നമ്മെ വഹിക്കും. സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ 2 ദിവസം ഞങ്ങൾക്ക് കർത്താവെ അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അവിടുത്തെ വചനത്തെ ശ്രവിപ്പാനും അവിടുന്ന് തന്ന അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസങ്ങളൊക്കെ അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഫോക്കസ് ഈ ദിവസങ്ങളിൽ ചേഞ്ച് ചെയ്യപ്പെടുവാൻ, ഒരു മടങ്ങി വരവിലേക്ക് വരുവാൻ, കർത്താവെ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടുന്ന് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ശ്രേഷ്ഠമായ പദവികളെ ഞങ്ങൾക്ക് കേൾപ്പാനിടയായല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ട വചനങ്ങൾ ജീവനായിട്ട് തീരട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ ഹോള് വിട്ടു പോകുമ്പോഴും അത് ഞങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവെ, വചനങ്ങളെ ഞങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കർത്താവെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കേട്ട വചനം മൂലം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിന് ഞങ്ങളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിലും വിവിധ ആവശ്യങ്ങളിൽ ഭാരങ്ങളിൽ നീഡിലായിരുന്നവരോട് അവിടുന്ന് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു.
അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങയ്ക്ക് തരികയാണ്. അങ്ങയുടെ നാമം ഞങ്ങളുടെ നടുവിൽ ഉയർത്തപ്പെട്ടതിനായിട്ട് സ്തോത്രം. അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിശേഷാൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന് രണ്ടാമത്തെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കൊണ്ട്